യം പ്രവ്രജന്തം അനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവാം പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ശ്രീമദ് ഭാഗവത പുരാണം ഏഴ് ദിവസം വായിച്ച് അതിൻ്റെ സാരം പറയുക എന്നുള്ളതാണ് ഒരു ഉദ്യമം. വ്യാസനാരദ സംവാദം നിങ്ങൾ രാവിലെ ശ്രവണം ചെയ്തു. ശ്രീമദ് ഭാഗവതം മുഖ്യമായ ശ്രോതാവ് പരീക്ഷിത്താണ്. ഉപദേശം ചെയ്യുന്നതോ പരമഹംസനായ ശ്രീ ശുകബ്രഹ്മ മഹർഷിയാണ്. ഉപദേശിക്കുന്ന സ്ഥലം ഗംഗയുടെ തീരമാണ്. അതിനി വരാൻ പോകുന്ന കഥാസന്ദർഭമാണ്. ഭാഗവതം ആരംഭിക്കുമ്പോൾ സൂതൻ തൻ്റെ ഗുരുവായ ശുകബ്രഹ്മ മഹർഷിയെ ധ്യാനിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എങ്ങനെയുള്ള ആളാണ്? ആദ്യം തന്നെ വിശേഷണം പ്രവ്രജന്തം. പരിവ്രജനം ചെയ്യുന്നവൻ എന്നുവെച്ചാൽ സർവകർമ്മങ്ങളും വിട്ട് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നവൻ. പുത്രേഷനായാശ്ച വിത്തേഷനായാശ്ച ലോകേഷനായാശ്ച വ്യുത്ഥായ അഥ ഭിക്ഷാചര്യം ചരന്തി പ്രവ്രജന്തി. അങ്ങനെ എല്ലാത്തിനും സ്വതന്ത്രനായി സഞ്ചരിക്കുന്ന ജീവൻ മുക്തൻ. അനുപേതം അപേതകൃത്യം. സർവകർമ്മങ്ങളും നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. കർമ്മങ്ങളൊക്കെ കടന്നു നിൽക്കുന്ന ജീവൻ മുക്തൻ. മറ്റൊരു വിശേഷണം കൂടെ പറഞ്ഞു, സർവഭൂത ഹൃദയം. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഉള്ളത് അത് തന്നെ. എൻ്റെ സ്വരൂപം അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവരെയും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, എല്ലാവരുമായിട്ട് ഒന്നായി കഴിഞ്ഞു. സർവാത്മകം ആത്മഭാവം. സർവാത്മഭാവം ഇത് സർവം എന്നുള്ളത് പോലും മുക്തപുരുഷനില്ല. ഉള്ളത് ഒന്ന് തന്നെ. അത് അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവുമായി താൻ ഒന്നായിരിക്കും. അങ്ങനെയുള്ള ആ മുനി, ജീവൻ മുക്തനായ പരമഹംസൻ, ഈ ഭാഗവത പുരാണത്തിനെ എന്ന് വെച്ചാൽ ഭാഗവത പുരാണ രൂപത്തിലുള്ള ജ്ഞാനദീപം, ജ്ഞാനപ്രദീപം, അധ്യാത്മദീപം എന്നൊക്കെ പേര്. ഈ ആത്മവിദ്യ
എല്ലാവർക്കും വേണ്ടി ഉപദേശിച്ചു. ഉപദേശിച്ചു എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഉപദേശിച്ചതല്ല. യസ്വാനുഭാവം. ഈ ആത്മവിദ്യ എന്താണ്? അഖില ശ്രുതി സാരം ഏകം. ഉപനിഷത്തുകളൊക്കെ കടഞ്ഞെടുത്തിട്ടുള്ള സാരം, ക്രീം, അതിൻ്റെ എസൻസാണ്. അഖില ശ്രുതിസാരമേകം യസ്വാനുഭവം. സ്വാനുഭവം തന്നെയാണ് സ്വാനുഭാവം. തൻ്റെ തന്നെ അനുഭൂതി, തനിക്ക് അനുഭവമായിട്ടുള്ളത്. ഈ അധ്യാത്മവിദ്യ സ്വയം അനുഭവം ഇല്ലെങ്കിൽ പറഞ്ഞാൽ പറയുന്ന ആൾക്ക് രസം ഉണ്ടാവില്ല, കേൾക്കുന്ന ആളുകൾക്ക് രസം ഉണ്ടാവില്ല. ഭാഗവതം പറയുമ്പോൾ ശ്രീ ശുകബ്രഹ്മ മഹർഷിക്ക് സർവാത്മഭാവം എന്ന് നമ്മൾ പറയുമ്പോൾ ജഗത്ത് മുഴുവൻ താനാണ്. പക്ഷേ ഭാഗവതം പറയുമ്പോൾ ഒരു വിശേഷം പറയും. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഭക്തൻ്റെ ഭാവം മറ്റൊരു ഭക്തന് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ പരീക്ഷിത്തിൻ്റെ ഭാവം അല്ല ഉദ്ധവൻ ഭഗവാന്റെ അടുത്ത് കേൾക്കുമ്പോൾ, ഉദ്ധവൻ്റെ ഭാവമല്ല വിദുരൻ മൈത്രേയ മഹർഷിയുടെ അടുത്ത് ശ്രവണം ചെയ്യുമ്പോൾ, ആരംഭത്തിൽ തന്നെ കുന്തിയുടെ ഭാവമല്ല ഭീഷ്മർക്ക്. ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്ത് ശ്രവണം ചെയ്ത പോലെയല്ല ബാക്കിയുള്ളവരുടെയൊക്കെ ശ്രവണം. ദേവഹൂതി കപിലൻ്റെ അടുത്ത് കേൾക്കുന്ന പോലെയല്ല. സനകസനന്ദനാദികളുടെ അടുത്ത് പൃഥു മഹാരാജാവ് ശ്രവണം ചെയ്യുന്നത് ഒക്കെ അവരുടെ ഭാവമൊക്കെ വേറെയാണ്. ഗോപികകളുടെ ഭാവമല്ല പ്രഹ്ലാദന്, പ്രഹ്ലാദൻ്റെ ഭാവമല്ല ധ്രുവന്. പക്ഷെ ഇവിടെ ഒരാളുണ്ട്, ഗോപികകളുടെ കഥ പറയുമ്പോൾ ഗോപികകളായി, പ്രഹ്ലാദനെ പറയുമ്പോൾ പ്രഹ്ലാദനായി, ധ്രുവനെ പറയുമ്പോൾ ധ്രുവനായി, ജഡഭരതനെ പറയുമ്പോൾ ജഡഭരതനായി, ഋഷഭദേവനെ പറയുമ്പോൾ ഋഷഭദേവനായി, കൃഷ്ണകഥ പറയുമ്പോൾ സ്വയമേവ കൃഷ്ണനായി, രാമകഥ പറയുമ്പോൾ രാമനായി, ധ്രുവനും പ്രഹ്ലാദനും ഒക്കെ ആയിത്തീർന്നു. കപിലനും ദേവഹൂതിയുമായിട്ട് തീർന്നു. എന്തിനു പറയണു? ബ്രഹ്മാവും ഭഗവാനുമായിട്ട് തീർന്നു. അത്തരത്തിലുള്ള ഒരു വക്താവിനെ ആണ് സർവഭൂത ഹൃദയം മുനിം ആനതോസ്മി. അത്തരത്തിലുള്ള ആ മുനി അധ്യാത്മദീപം, ഈ ജ്ഞാനദീപത്തിനെ ഉപദേശിച്ചു. ആർക്കു വേണ്ടിയാണെന്ന് വെച്ചാൽ, അതിതിതീർഷതാം തമോന്ധം. ഈ നമ്മൾക്ക് ദുഃഖത്തിനൊക്കെ മൂല കാരണം വേദാന്തം പറയണത് അജ്ഞാനാണെന്നാണ്, അവിദ്യ. നമ്മൾ വിചാരിക്കണു പല കാര്യങ്ങളും ശരിയാക്കാനുണ്ട്, ഇതൊക്കെ ശരിയാക്കിയാലേ നമ്മുടെ ജീവിതം ശരിയാവുള്ളൂ. ഇങ്ങനെ ഏച്ചു കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ നമ്മൾ, അല്ലേ? എന്തെങ്കിലും ഒരു ദിവസം പെർഫെക്ഷൻ ആവും എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ഇതെടുത്ത് ഇവിടെ വയ്ക്കും. വീടൊക്കെ ചിലരെ വൃത്തിയാക്കുമല്ലോ, വെടുപ്പാക്കുമല്ലോ, അല്ലേ? എല്ലാം എടുത്ത് തുടച്ച് വൃത്തിയാക്കി, ഈ സാധനം ഇവിടെ വെച്ചു, ആ സാധനം ഇവിടെ വെച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നോക്കിയാൽ മതി, പഴയ പോലെ കിടക്കും, അല്ലേ? ഇങ്ങനെ വെക്കേണ്ട സ്ഥലത്ത് വയ്ക്കുക. നമ്മൾ വിചാരിക്കുന്നത് അതാണ്. അങ്ങനെ വെക്കേണ്ട സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഖമാവും, അല്ലേ? പുട്ടിങ് തിങ്സ് ഇൻ ഓർഡർ. കേൾക്കുമ്പോൾ നല്ല സുഖം തോന്നും. എല്ലാം അതാത് കറക്റ്റ് സ്ഥലത്ത്. അത് ഒരു നല്ല ഐഡിയലാണ്, നല്ല ആദർശമാണ്. ന്യാസം എന്നുള്ള വാക്കിന് അതാണ് അർത്ഥം. ന്യാസം എന്ന് വെച്ചാൽ നിക്ഷേപാർത്ഥ. ഒരു സ്ഥലത്ത് വെക്കേണ്ട സാധനം ആ സ്ഥലത്ത് വയ്ക്കുക. ഇത് ലൗകികമായിട്ട് കറക്റ്റാണ്. ഒരു വ്യവഹാരത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല, ഒക്കെ കറക്റ്റ്. അത് ഒരു വിധത്തിൽ നല്ലതാണ്, ഒരു സ്റ്റെപ്പ് വരയ്ക്കും. പക്ഷെ പരമാർത്ഥമായിട്ട് ശങ്കരാചാര്യർ പറഞ്ഞു, ന്യാസഃ ത്യാഗഃ ന നിക്ഷേപഃ. ന്യാസം എന്ന് വെച്ചാൽ ഓരോരോ കറക്റ്റ് സ്ഥലത്ത് വെക്കലല്ല, ത്യജിക്കലാണെന്നാണ്. എന്നുവെച്ചാൽ ഈ സോൾവിങ് അല്ല, ഡിസോൾവിങ് ആണ്.
ഇത് ഓരോന്നോരോന്നായിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ത്യാഗം എങ്ങനെ? ജ്ഞാനം കൊണ്ട്. പ്രപഞ്ചത്തിനെ ത്യജിക്കാൻ എങ്ങനെ പറ്റും? ത്യജിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രപഞ്ചത്തിനെ ഭഗവത് സ്വരൂപമായിട്ട് കാണുക. ഭഗവാനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് കാണുക. ഇതാണ് ഉപനിഷത്തിൻ്റെ മുഴുവൻ സാരമായ വിഷയം. ഈശാവാസ്യമിതം സർവം വിശ്വസ്മൈ നമഃ. കഴിഞ്ഞു വിഷ്ണു സഹസ്രനാമം. അത്രയേ ഉള്ളൂ. വിശ്വം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. ഇങ്ങനെ അറിയുന്ന അറിവ് കൊണ്ട്, അജ്ഞാനം കൊണ്ട്, അവിദ്യയാകുന്ന ഇരുട്ടുള്ളിൽ നിന്ന് നീങ്ങണം. സർവസ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യമാണ് മുക്തി. ഫ്രീഡം. അതില്ലാതിരിക്കാൻ കാരണം എന്താ? അവിദ്യയാണെന്നാണ് വേദാന്തം പറയണത്. യോഗശാസ്ത്രവും പറയണത് അവിദ്യയാണെന്നാണ്. അവിദ്യാസ്മിത രാഗദ്വേഷ അഭിനിവേശാഹ ക്ലേശാഹ. വാസ്തവമായി തൻ്റെ സ്വരൂപം അറിഞ്ഞില്ല, അതിൽ നിന്നും അസ്മിത, അഹങ്കാരം വന്നു. അഹങ്കാരം കൊണ്ട് രാഗദ്വേഷം വന്നു. ഇതൊക്കെ കാരണം പടിപടിയായിട്ട് ക്ലേശമുണ്ടാവുകയാണ് ജീവിതത്തിൽ. ഈ ക്ലേശത്തിനൊക്കെ തന്നെ ഒരു അന്തം വരുത്തണം. ഈ ക്ലേശം കാരണമാണ് സംസാരികളായിട്ട് ഇരിക്കുന്നത് ഇവിടെ. അങ്ങനെയുള്ള സംസാരിണാം കരുണയാ, അവരോട് കരുണയോടുകൂടെ പരമഗുഹ്യമായ, പുരാണഗുഹ്യമായ ആത്മതത്വം ഉപദേശിച്ചു ആ വ്യാസപുത്രന് നമസ്കാരം എന്ന്. ഇങ്ങനെയാണ് ഭാഗവതം ആരംഭിക്കുന്നത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ഉദീരയേത്. ഇത് മഹാഭാരതത്തിലും വരുന്ന ശ്ലോകമാണ്. നാരായണന് നമസ്കാരം. നരനാരാണ്? ഭാരതത്തിൽ അർജുനനാണ് നരൻ. അതുകൊണ്ടാണത്രേ ഭഗവാൻ ഗീത ഉപദേശിച്ചത്, അർജുനൻ എന്നിൽ നിന്നും വേറെയല്ല എന്നാണ്. ഭാരതത്തിൽ അങ്ങനെയാണ്. സത്വമേകം ദ്വിധാസ്ഥിതം എന്നാണ്. ഒരു വസ്തു രണ്ടായിട്ട് കാണുന്നു. ഇവിടെ നമ്മളൊക്കെ ഈ മുമുക്ഷുക്കളൊക്കെ ഉണ്ടല്ലോ, അവരാണ് നരൻ. മനുഷ്യന് ലക്ഷണം എന്താണെന്ന് വെച്ചാൽ തത്വജിജ്ഞാസ. ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശേഹ കർമ്മഭി. എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കണു, പല കർമ്മങ്ങളും. ലോകത്തിന് മുഴുവൻ മാറ്റിമറിച്ച് സ്പേസ് അടക്കം നശിപ്പിക്കാൻ എന്തൊക്കെ പറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്താ? സമാധാനമായിട്ട് സന്തോഷമായിട്ടിരിക്കാനുള്ള വഴി അറിയണില്ല. അപ്പം എവിടെയോ കുഴപ്പമുണ്ട്. ന അർത്ഥ യശേഹ കർമ്മഭി. ഇഹ കർമ്മഭി അർത്ഥ ന. ഇങ്ങനെ കർമ്മം കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്, പലതും ചെയ്യാണൊക്കെ എടുത്തിട്ട് മറിക്കാൻ പോവാണ്. അവസാനം എന്ത് നേടി? ഒക്കെ അവസാനം നോക്കുമ്പോൾ നോൺസെൻസാണ്, അർത്ഥഹീന. ഒരു കാര്യമില്ല എന്നാണ്. ഈ മഹാഭാരത യുദ്ധം ആണിപ്പോൾ പ്രഥമസ്കന്ധത്തിൽ വരാൻ പോണത്. ഇത്രയും കഴിഞ്ഞ് അവസാനം നോക്കുമ്പോൾ എന്ത് ലാഭം? ആർക്ക് ലാഭം കിട്ടി? ചതുഃപഞ്ചാവശേഷിതാഹ. 4-5 ആളുകൾ ബാക്കി എന്നാണ്. കുറേ സ്ത്രീകൾ വിധവകളായിത്തീർന്നു, കുറേ ദുഃഖങ്ങൾ, കരച്ചൽ. ഇതാണ് ലോകചരിത്രത്തിൻ്റെ കഥയാണ്. ലോകചരിത്രമാണ് വ്യാസൻ പറയണത്. ഇപ്പം നോക്കൂ, അവിടെ ഇവിടെയൊക്കെ യുദ്ധമാണ്. എന്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് യുദ്ധം. അപ്പം ഇതൊക്കെ വേദവ്യാസൻ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കണതാണ്. മനുഷ്യൻ്റെ ചരിത്രം, ഭഗവാന്റെ ചരിത്രം. മനുഷ്യനും ഭഗവാനും തമ്മിലുള്ള കൂട്ടിയിണയ്ക്കുന്നതാണ് വ്യാസൻ. വ്യാസൻ എന്ന് വെച്ചാൽ ഗുരു എന്നേ അർത്ഥമുള്ളൂ. വ്യാസനും മനുഷ്യനും ഭഗവാനും തമ്മിൽ കൂട്ടിയിണക്കുന്ന അറിവാണ് സരസ്വതി. നാരായണം നമസ്കൃത്യ നരം ചൈവ. ഇപ്പോൾ ഭഗവാനൊരു നമസ്കാരം, സരസ്വതി ഈ വിദ്യ ഉണ്ടല്ലോ, ഈ വിദ്യയ്ക്കൊരു നമസ്കാരം, മുമുക്ഷുക്കൾക്കൊക്കെ ഒരു നമസ്കാരം.
ആരൊക്കെ സമ്പ്രദായജ്ഞന്മാരായ ഗുരുക്കന്മാരുണ്ടായിരുന്നിട്ടുണ്ടോ അവർക്കും ഇപ്പോൾ ഉള്ളവർക്കും ഇനി വരാൻ പോകുന്നവരുമായിട്ടുള്ള ആചാര്യന്മാർക്കൊക്കെ ഒരു നമസ്കാരം. കാരണം ഇതൊക്കെ കൂടി ചേർന്നിട്ട് വേണം ജയമുദീരയേത്. ഈ ജീവിതത്തിൽ, അധ്യാത്മ ജീവിതത്തിൽ ജയം. ലൗകികത്തിൻ്റെ കാര്യമല്ല. ലൗകികത്തിൽ ആർക്കും പാരമാർത്ഥികമായിട്ട് ജയിക്കാൻ ഒക്കില്ല. ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ പോലും മരിക്കുന്നതിന് മുമ്പ് അയാളെക്കാളും ഉയർന്ന തലപ്പത്ത് ഒരാൾ ഇരിക്കുന്നത് കണ്ടിട്ടേ മരിക്കുള്ളൂ. നിങ്ങളത് ഏത് ഫീൽഡിൽ വേണമെങ്കിൽ നോക്കിക്കോളൂ. പഠിപ്പ്, അറിവാവട്ടെ, സ്പോർട്സ് ആവട്ടെ, കലകളാവട്ടെ, എല്ലാം. ഞാനാണ് വലിയ ആൾ. അത് കഴിഞ്ഞ് അയാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ മുമ്പിൽ ഒരാളെ കാണിച്ചു കൊടുക്കുന്നു. രമണ മഹർഷി പറയും ഈ ദൃഷ്ടാന്തം. എല്ലാവരുടെ മുമ്പിൽ അയാളെക്കാളും വലിയൊരു പ്രബലനായ ഒരാളെ കണ്ടിട്ടേ അയാൾ മരിക്കുള്ളൂ. അവസാനം ഞാനാണ് ഊക്കൻ എന്ന് പറഞ്ഞാൽ അയാളുടെ മുമ്പിൽ തൂണും തുള്ളുന്ന ഒരാൾ വന്നു ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ. കാലകാലഹ. അപ്പോൾ നമ്മൾ ഒന്നുമല്ല എന്ന് ഈ ഈശ്വരൻ്റെ ശക്തിയായ പ്രകൃതി നമ്മൾക്ക് കാണിച്ചു തന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മളാണെങ്കിലോ പഠിക്കില്ല. പഠിക്കുന്നതൊക്കെ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലേ? കുട്ടികളൊക്കെ കാണുമ്പോൾ വലിയൊരു ചോദിക്കുന്നു, വലുതായ എന്താവും എന്ന്. എന്താവാൻ? നമ്മളൊക്കെ ഇപ്പോൾ എന്തായി? ഈ ചോദിക്കുന്നത് നമ്മൾ എന്തോ ആയി എന്ന് വിചാരിച്ചിട്ടാണോ കൊച്ചുകുട്ടിയുടെ അടുത്ത് ചോദിക്കണത് നീ വലുതായ എന്താവും എന്നാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവത ശാസ്ത്രം ആരംഭിക്കുകയാണ്. അധ്യാത്മദീപം എന്ന് പറഞ്ഞു. ഉപനിഷത്തിൻ്റെ സാരമാണ്. ഉപനിഷത്തിൻ്റെ മർമ്മമാണ് ഭാഗവതം. ഉപനിഷത്തുകളിലും തന്നെ ബ്രഹ്മവിദ്യ പറയുമ്പോൾ ധാരാളം കഥകളും പൂർവഭാഗമായ വേദത്തിൻ്റെ കർമ്മകാണ്ഡ വേദഭാഗത്തിലുള്ള കഥകളൊക്കെ വരും. അതേപോലെ തന്നെയാണ് ഭാഗവതത്തും ധാരാളം കഥകളൊക്കെ ഉണ്ട്. പക്ഷേ ഉദ്ദേശം ഈ വിദ്യയാണ്. അങ്ങനെ അല്ലാതെ വരാൻ പറ്റുകയേ ഇല്ല. അപ്പോൾ ഉപക്രമോപസംഹാരം കൊണ്ട്, ഇന്നലെ പറഞ്ഞല്ലോ, ഉപക്രമോപസംഹാരം കൊണ്ട് ആരംഭത്തിലും അവസാനവും ഒക്കെ ഭാഗവതം പറഞ്ഞ സത്യം പരം ധീമഹി. പരമമായ സത്യത്തിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ദിവസം ഗായത്രി ജപം ചെയ്യുമ്പോൾ ധീമഹി എന്ന് പറയണത് ഇതിനെ ഓർമ്മിപ്പിക്കാനാണ്. ധ്യാനിക്കുന്നു. എന്തിനെ? സവിതുഹു വരേണ്യം ഭർഗഃ. ആ സവിതാവിൻ്റെ വരണീയമായിട്ടുള്ള ആ തേജസ്സിനെ ധ്യാനിക്കുകയാണ്. ആ സവിതാവ് തന്നെയാണ് ഇവിടെയും വിഷയം. യശായം പുരുഷേ യശാസാവാദിത്യേ സ ഏകഃ. സൂര്യനിൽ ഏതൊരു ഭഗവാനുണ്ടോ, ഇവിടെ നമ്മളുടെ ഹൃദയത്തിൽ ഏതൊരു ചൈതന്യമുണ്ടോ അത് ഒന്നാണ്. ഇപ്പം ഈ അറിവിന് വേണ്ടിയിട്ടാണ് ഈ യാത്ര, ഈ കല്യാണപഥം. ഈ യാത്ര വളരെ വിചിത്രമാണ്. സനത്സുജാതീയത്തിൽ ഒരു ശ്ലോകം വരും, ഈ യാത്ര വളരെ വിചിത്രമാണെന്നാണ്. ഇതം തു ബ്രാഹ്മണം വൃത്തം. ബ്രാഹ്മണമായ യാത്ര. ബ്രാഹ്മണമെന്ന് വെച്ചാൽ പരമപരിശുദ്ധമായ ജ്ഞാനത്തിൻ്റെ യാത്ര. പ്രാഹുഹു ഏകപദം സുഖം എന്നാണ്. ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് യാത്ര കഴിഞ്ഞു അത്രയും. രണ്ടാമതൊരു അടിയില്ല. ഒറ്റ സ്റ്റെപ്പ് ഇവിടുന്ന് ഇവിടേക്ക് വെച്ചു, അത്രയേ ഉള്ളൂ. ബഹിർമുഖമായ ദൃഷ്ടി അന്തർമുഖമായി സ്വരൂപത്തിൽ ഇരുത്തിയതോടുകൂടെ കഴിഞ്ഞു, യാത്ര കഴിഞ്ഞു. നീ പോവാൻ സ്ഥലമില്ല. അനധ്വഗാഹ. അധ്വ എന്ന് വെച്ചാൽ വഴി, അനധ്വ എന്ന് വെച്ചാൽ വഴിയില്ല എന്നർത്ഥം. തന്നിൽ തന്നെ യാത്ര അവസാനിച്ചു. തന്നിൽ നിന്ന് തന്നിലേക്ക് സ്പേസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ എവിടെയെല്ലാം ഉദിക്കുന്നുവോ, എവിടെയെല്ലാം നിൽക്കുന്നുവോ, എവിടെയെല്ലാം ലയിക്കുന്നുവോ അവിടെ ചിത്തം ലയിച്ചു. ഇതാണ് ജന്മാദ്യസ്യ യതഃ.
യതഃ യസ്മാത് സർവമുദേതി യത്ര സർവം ലീയത്തെ യത്രൈവ യസ്മിന്നേവ സർവം സ്ഥീയത്തെ തസ്മിന്നേവ വസ്തുനി ബ്രഹ്മണി ആത്മനി മനസഃ ചിത്തസ്യ ശ്രദ്ധാശക്ത്യാഃ ലയഃ. ആ ആത്മസ്വരൂപത്തിൽ തന്നിൽ തന്നെ ശ്രദ്ധാശക്തി തിരിഞ്ഞു എല്ലാം ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതായ വസ്തുസ്ഥിതി. ഈ ശ്ലോകത്തിന് ഭാഗവതം തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട് പിന്നാലെ. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യത് സ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തി യേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. സ്ഥിതി ഉദ്ഭവ പ്രളയ ഹേതു, സൃഷ്ടി സ്ഥിതി സംഹാരം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും അല്ലേ? എന്ത് സൃഷ്ടി? ലോകത്തിൻ്റെ സൃഷ്ടി എന്ന് വെച്ചാൽ ലോകം എന്താ? പടച്ചവൻ പറയുമല്ലോ നമ്മൾ. എന്ത് പടച്ചു? ഭൂമിയോ അല്ല ആകാശമോ? എന്താ സൃഷ്ടിച്ച്? കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണ പോലെ ഓരോന്ന് പറയുകയാണേ, വേറെ ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളാണ്, അതാണ് കാര്യം. ശങ്കരാചാര്യർ പറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ സൃഷ്ടി കഥകളൊക്കെ പറയണമെന്ന് വെച്ചാൽ അവിവക്ഷിത, പറയണമെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. നീ ചോദിച്ചുകൊണ്ടോ ഒരു കഥ പറഞ്ഞു അത്രേ ഉള്ളൂ, അപ്പം നീ പോവുമല്ലോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉപദ്രവിക്കും. അവിവക്ഷിത സൃഷ്ടിക്രമ എന്നാണ്. പറയണമെന്ന് ഉദ്ദേശിച്ചില്ല, അപ്പം ചോദിച്ചു ഒരു ഉത്തരം പറഞ്ഞു അത്രേ ഉള്ളൂ. കേൾപ്പാർ കേൾവിക്ക് വിടൈ, തമിഴിൽ ഒരു ചൊല്ലുണ്ട്, കൈവല്യ നവനീതത്തിൽ. ഒരു കേൾവി, ഒരു ചോദ്യം, അതിനൊരു ഉത്തരം, അതോടുകൂടി ചിത്തവൃത്തി അസ്തമിച്ചു. അതാണ് കാര്യം. അപ്പോൾ ജന്മാദ്യസ്യ യതഃ, എവിടെയാണോ എല്ലാം ഉദിക്കുന്നത്, എല്ലാം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ക്ഷണത്തിൽ നമ്മളിൽ ഉണ്ടാവുന്ന വൃത്തികൾ, ഭാവങ്ങൾ, നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മളുടെ ദുഃഖങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് രമണ മഹർഷി എന്തെങ്കിലുമൊക്കെ ദുഃഖം വരണമെന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊന്ന് ചോദിക്കും, ആർക്കാ വരണമെന്ന് ചോദിക്കും. കോപം വരണു, ആർക്ക് വരുന്നു? നോക്കൂ, ഈ പുറത്തുള്ള വസ്തുക്കളൊന്നും സൃഷ്ടിയേ അല്ല. ഇപ്പോൾ ഇവിടുത്തെ സ്റ്റൂള്, ബെഞ്ച്, ഇതൊന്നും ഇപ്പോൾ നമ്മളെ ഉപദ്രവിക്കണില്ലല്ലോ. നന്നായിട്ടുണ്ട്, എടുത്തോണ്ട് പോയാലോ എന്ന് തോന്നിയാൽ പോയി, അപ്പോഴാണ് പ്രശ്നം. അപ്പോൾ അത് ഉദിക്കുന്നത് എവിടെയാണ്? എൻ്റെ ഉള്ളിലാണ് അല്ലേ? അത് എൻ്റെ ഉള്ളിലാണ്. അത് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നാൽ അപ്പം ന്യാസം. അത് അവിടെ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അത് എൻ്റെ എന്ന് പറഞ്ഞ് മനസ്സിൽ ഉദിക്കുകയാണ്. അപ്പോൾ കോപം, കാമം, ജീവിതത്തിലുള്ള ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ ആർക്കാണ്? എനിക്കെന്ന് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വൃത്തി? ഈ വൃത്തി എവിടെ ഉദയം ചെയ്യുന്നു? ആദ്യസ്യ ഉദയ, ജന്മാ ആദ്യസ്യ. ജന്മാ ആദി അസ്യാണ് സാധാരണ നമ്മൾ പറയണത്. പക്ഷേ ജന്മാ ആദ്യസ്യ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അതിന്. ജന്മ ആദ്യസ്യ എന്ന് വെച്ചാൽ ബ്രഹ്മണ എന്നർത്ഥം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ പറയണത് ഈ അഹംവൃത്തി ഉദയം എവിടെ ഉണ്ടാവണം? ഞാൻ എന്നുള്ള വൃത്തി എവിടെ ഉദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുമ്പോൾ ജന്മാ ആദ്യസ്യ യതഃ എന്ന് നോക്കുമ്പോൾ ഹൃദയത്തിലാണ്. അതാണ് തേനേ ബ്രഹ്മഹൃദ. ഹൃദയത്തിൽ ചെന്ന് ആക്കും. നമ്മൾക്ക് നോക്കൂ, അധ്യാത്മമായ രഹസ്യസ്ഥാനമാണ് ഹൃദയമെന്ന് പറയുന്നത്. ഹൃദയവിദ്യ എന്നാണ് ബ്രഹ്മവിദ്യയ്ക്ക് പേര്. ഛാന്തോഗ്യോപനിഷത്തിലൊക്കെ തന്നെ ദഹരവിദ്യ, ഹൃദയവിദ്യ, ശാണ്ഡില്യവിദ്യ, ഇതൊക്കെ ഛാന്തോഗ്യത്തിൽ വരുന്ന വിഷയങ്ങളാണ്. അപ്പം തേനേ ബ്രഹ്മഹൃദ, ഈ ബ്രഹ്മത്തിനെ അറിയണമെങ്കിൽ ഈ ഹൃദയം കൊണ്ട് വേണം അറിയാൻ. ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മാവിനെ കൊണ്ട് അറിയണമെന്ന് പറയും. അത് തന്നെയാണ് മറ്റൊരു വാക്കിൽ പറയണത്, ഹൃദയം കൊണ്ടെന്ന് വെച്ചാൽ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങളൊക്കെ വളരെ വളരെ ക്ഷുദ്രമായ ഉപകരണങ്ങളാണ്. ഇവകൾക്കൊന്നും തന്നെ ബലമില്ല. ഇപ്പോൾ ബുദ്ധി കൊണ്ട് ഗംഭീരമായിട്ടൊക്കെ അറിഞ്ഞു. ഇപ്പം തന്നെ പല ആളുകളെയും കണ്ടിട്ടാണ് വരണത്, അവരുടെ മക്കളുടെ പേരൊക്കെ തന്നെ ഓർമ്മയില്ല. ഒരാൾക്ക് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ല.
ഈ ബുദ്ധി എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റും? പക്ഷേ ബുദ്ധി കൊണ്ട് വേണം നിശ്ചയിക്കാം. നിശ്ചയിച്ച് ബുദ്ധിയിലല്ല ഇരിക്കണത്. യോ ബുദ്ധേഹേ പരതസ്തു സഹ, ബുദ്ധിക്കും സാക്ഷിയായി അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. അല്ലേ? ഈ ബുദ്ധിക്കും അപ്പുറം ആണത്. ബുദ്ധി തദ്വൃത്തി സദ്ഭാവം അഭാവം, ബുദ്ധിയുടെ ഇരുപ്പും ബുദ്ധിയുടെ ഇല്ലായ്മയും. ഇപ്പോൾ സുഷുപ്തിയിൽ ബുദ്ധി പ്രവർത്തിക്കണില്ല. ഡീപ്പ് സ്ലീപ്പ്, സുഷുപ്തിയിൽ ബുദ്ധിയില്ല. നിങ്ങൾ എന്തൊക്കെ തന്നെ ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചാലും സുഷുപ്തിയിൽ പ്രവേശമില്ല. ആ ബുദ്ധി അഭാവം, ബുദ്ധിയുടെ അഭാവമുള്ള ആ സുഷുപ്തിയിലും അസ്തിത്വം, അവനവൻ്റെ ഇരുപ്പിൻ്റെ അനുഭവം നല്ലവണ്ണം ഉണ്ട്. പക്ഷേ ഈ ബുദ്ധിക്കൊരു ശക്തിയുണ്ട്. ബുദ്ധിയിൽ അതീവ സൂക്ഷ്മമായ ഒരു ശക്തിയുണ്ട്. സുഷുപ്തിയിലേക്ക് എത്തി നോക്കാൻ പറ്റും ബുദ്ധിക്ക്, ജാഗ്രതയിൽ. അതിനെയാണ് നമ്മൾ വേദാന്തത്തിൽ നിധിധ്യാസനം എന്ന് പറയുന്നത്. ജാഗ്രത അവസ്ഥയിൽ സുഷുപ്തിയിലേക്ക് ഒന്ന് എത്തി നോക്കാൻ അന്തർമുഖമായ ഈ പ്രത്യക് ദൃഷ്ടി എന്ന് നമ്മൾ പറയണമല്ലോ. സുഷുപ്തി പോലെ, സുഷുപ്തി എന്ന് വെച്ചാൽ ഹൃദയമാണ്. ശരിക്കും ശങ്കരാചാര്യരുടെ ഭാഷ്യത്ത് പറയേണ്ടത് ആത്മൈവ സുപ്തിസ്ഥാനം എന്ന്. സുഷുപ്തി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഇരുപ്പാണെന്നാണ്. അത് പക്ഷേ ഒരു അവസ്ഥയായിട്ടിരിക്കുമ്പോൾ അവിദ്യയായിട്ട് തീർന്നു, അവിദ്യയായിട്ട് തീർന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ജാഗ്രതയിൽ നിന്നും ആ അവസ്ഥയിലേക്കൊന്ന് നോക്കുമ്പോൾ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ഇല്ലെങ്കിലും ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്ന് ഭഗവാൻ ഗീതയിൽ ഒരു കാര്യം പറഞ്ഞു. അതീന്ദ്രിയ വിഷയത്തിലേക്ക് സൂക്ഷ്മബുദ്ധിക്ക്, പരിശുദ്ധമായ ബുദ്ധിക്ക്, സമാധി പരിശുദ്ധേന അന്തരാത്മന എന്ന് പറഞ്ഞല്ലോ, ആ പരിശുദ്ധമായ ബുദ്ധി എത്തി നോക്കും. അപ്പോൾ അറിയും നമ്മൾ ഇതിന്നൊക്കെ മുക്തരാണ്. ദേഹത്തിൻ്റെ ബന്ധം, മനസ്സിൻ്റെ ബന്ധം, ഇന്ദ്രിയങ്ങളുടെ ലിമിറ്റേഷൻ, പരിച്ഛിന്നത, പ്രപഞ്ചത്തിലുള്ള സുഖദുഃഖാദികൾ ഒന്നും തന്നെ നമ്മളെ സ്പർശിക്കുന്നില്ല. അവിടെ ഈ അഭിജ്ഞൻ, സ്വയം പ്രകാശനായ വസ്തു എല്ലാ വിഷയങ്ങളെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അർത്ഥേഷു അഭിജ്ഞ, അവസ്ഥാത്രയങ്ങളിലും ഈ അഭിജ്ഞൻ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജാഗ്രതത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് വസ്തുക്കൾ ഉള്ളതിനെ പ്രകാശിപ്പിക്കുന്നു, സ്വപ്നത്തിൽ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു, സുഷുപ്തിയിൽ വസ്തുക്കളുടെ അഭാവത്തിനെ സ്വയം പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ പ്രകാശിപ്പിക്കാൻ ദൃശ്യമില്ല. അജ്ഞാനമന്ധം തമഃ എന്നൊക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ അങ്ങനെ സ്വീകരിച്ചാലും കുഴപ്പമൊന്നുമില്ല. രണ്ട് വിധത്തിലും ആവാം. എന്തായാലും അർത്ഥേഷു അഭിജ്ഞ സ്വരാട്ട്, സ്വയം രാജത്തെ, സ്വയം പ്രകാശമായ വസ്തു, സ്വയം വിളങ്ങിക്കൊണ്ടിരിക്കുന്ന വസ്തു. സ്വരാട്, ഈ വസ്തുവൊക്കെ വാസ്തവത്തിൽ ഇപ്പോൾ ശ്രവണം ചെയ്യുമ്പോൾ നല്ലവണ്ണം കേൾക്കാൻ കഴിയുമെങ്കിൽ ഹൃദയത്തിൽ തെളിയും. പക്ഷേ എന്ത് ചെയ്യാം, നമ്മൾ കഴിച്ചത് പുട്ടാണല്ലോ, അല്ലേ? അപ്പോൾ അത് പ്രതിബന്ധമായിട്ട് നിൽക്കും. എന്തായാലും അർത്ഥേഷു അഭിജ്ഞ സ്വരാട്, സ്വയം പ്രകാശസ്വരൂപ. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ. പക്ഷേ ഈ അധ്യാത്മവിദ്യയെ ഭക്തിയോടെ, ശ്രദ്ധയോടുകൂടെ ആര് സമീപിക്കുന്നു അവർക്ക് വളരെ എളുപ്പത്തിൽ ഈശ്വരകൃപ, ഗുരുകൃപ കൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഈ വിദ്യ പ്രകാശിക്കും. അതാണ് ശ്രദ്ധ, ഭക്തി, ധ്യാനയോഗം. ഇത് മൂന്നെണ്ണമാണ് ശ്രുതി തന്നെ പറയുന്ന വഴി. ശ്രദ്ധാ ഭക്തി ധ്യാനയോഗാദവേഹി. ശ്രദ്ധാ ഭക്തി ധ്യാനയോഗാൻ മുമുക്ഷോഹ മുക്തേഹ ഹേതൂന് വക്തി സാക്ഷാത് ശ്രുതേഹ ഗീഹി. ഈ ശ്രദ്ധയും ഭക്തിയുമുള്ള ചിത്തത്തിൽ
ആ ചിത്തം പ്രസന്നമായിട്ടിരിക്കുമ്പോൾ നല്ല കണ്ണുള്ള ആൾ സൂര്യനെ കാണുന്ന പോലെ അപരോക്ഷമായി ആത്മദർശനം ഉണ്ടാവും. എന്താ ശ്ലോകം? മനസ്സ് ഭക്തി കൊണ്ട് ശുദ്ധമാവുമ്പോൾ നല്ല കണ്ണുകൊണ്ട് സൂര്യനെ കാണുന്ന പോലെ. ശരി. യർഹ്യബ്ജനാഭചരണേഷണയോരുഭക്ത്യാം ചേതോ മലാനി വിധമേത് ഗുണകർമ്മജാനി. പിന്നെ യസ്മിൻ വിശുദ്ധ ഉപലഭ്യത ആത്മതത്വം സാക്ഷാത് യഥാമലദൃശോ സവിതൃപ്രകാശ. ഇങ്ങനെയൊക്കെ വേണം. അങ്ങനെയൊക്കെ ആണെങ്കിലേ അത് ശരിയാവുള്ളൂ. ആചാര്യോ അരണിരാധ്യ സ്യാദ് അന്തേവാസ്യുത്തരാരണി തത്സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ. നടുവിൽ എന്തു വരാൻ പാടില്ല? പ്രതിബന്ധം വരാൻ പാടില്ല. പ്രതിബന്ധം വന്നാൽ ഈ ശ്രവണം നടക്കില്ല. അപ്പോൾ ചരണേഷണ എന്നാണ് പറഞ്ഞത്. നമുക്ക് പ്രതിബന്ധം എന്താണെന്ന് വെച്ചാൽ ഏഷണയാണ്. മലയാളത്തിൽ ഏഷണ കൂട്ടുക എന്ന് പറയൂ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശണ്ട കൂട്ടുക, കുറ്റം പറയുക, അല്ലേ? ഇതിനാണ് ഏഷണ എന്ന് പറയുക. തമിഴിലും പറയും അത്. തമിഴിലൊരു വാക്കുണ്ട്, ഈശ്വരത് എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കുക എന്നർത്ഥം. ഇതൊക്കെ ഇത് വന്നതാണ്. അപ്പോൾ ഒട്ടിപ്പിടിക്കുക, മനസ്സ് വിഷയങ്ങളിൽ ഒട്ടിപ്പിടിക്കുക. പുത്രേഷണ, വിത്തേഷണ, ദാരേഷണ, ലോകേഷണ, ഇതൊക്കെയാണ് ഏഷണകൾ. നമുക്ക് എളുപ്പത്തിൽ മനസ്സ് അതൊന്നും വിട്ടുവരില്ല. അവനവൻ്റെ മക്കൾ, അവനവനുള്ള പണം, അവനവൻ്റെ വീട്, ഭാര്യ, ഇതൊക്കെ ഭർത്താവ് ഒക്കെ എല്ലാം ഏഷണയാണ്. മുഖ്യമായി നമുക്ക് ചുമതലയുള്ള സ്ഥലം, അവിടെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ഏഷണകളെ ത്യജിക്കാൻ ഇവിടെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഭഗവാന്റെ അടുത്ത് ഏഷണ കൂടിക്കൊള്ളുകയാണ്. ഭഗവാന്റെ അടുത്ത് ചെന്ന് ഒട്ടിപ്പിടിച്ചു. അബ്ജനാഭചരണേഷണയോരു ഭക്ത്യ, ഭഗവാന്റെ ചരണത്തിൽ ഏഷണം. ചരണം പവിത്രം വിതതം പുരാണയ്യേന പൂതസ്തരതി ദുഷ്കൃതാനി. ആ ചരണം എന്താണ്? ജ്ഞാനമാണ് ചരണം. ഭഗവാന്റെ ചരണം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. എന്താന്ന് വെച്ചാൽ ആ ചരണം എവിടെ വിരാജിക്കുന്നുവോ അവിടെ നമ്മളുടെ അഭിമാനം ഉയരില്ല. അതാണ് ജ്ഞാനം. ഈ ചരണം രമണീയ ചരണാഹ എന്ന് ചാന്തോഗ്യോപനിഷത്തിൽ വരുന്ന ഒരു വാക്യമുണ്ട്. രമണീയമായ ചരണമുള്ള എന്ന് വെച്ചാൽ ദിവ്യമായ ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നവർ. ഇതാണ് ഈ അധ്യാത്മവിദ്യ. ഈ വിദ്യ എന്താ? ഇപ്പോൾ പറഞ്ഞ പോലെ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് യാത്ര കഴിഞ്ഞു. ഒരു തീരുമാനം എടുത്തു, യാത്ര കഴിഞ്ഞു, അല്ലേ? ഇപ്പോൾ പലതും ഇങ്ങനെ വീട്ടിൽ പെയിൻ്റ് അടിക്കണം, പെയിൻറ്റർ വരുന്നില്ല, പൈപ്പൊക്കെ കേടുവന്നിരിക്കുന്നു, പ്ലംബറെ കിട്ടുന്നില്ല, വീട്ടിൽ ഓട്ടയായിട്ടുണ്ട്, കെട്ടുകാരനെ കിട്ടണില്ല, ആശാരിയെ കിട്ടണില്ല, ഒക്കെ ഉണ്ടല്ലേ? വീട് ഉപേക്ഷിക്കാൻ പോവാണെങ്കിലോ? അയാൾക്ക് ഒന്നും ചിന്തിക്കാനില്ല, അപ്പം തന്നെ ഒരു മിനിറ്റിൽ കാര്യം കഴിഞ്ഞുപോയി. ആരോ ഒരാൾ വന്നു, നിങ്ങൾ തന്നോളൂ, ഞാൻ വാങ്ങിച്ചോളാം, ഞാൻ ശരിയാക്കിക്കോളാം. എന്താ? അങ്ങനെയാണെങ്കിലും വേണ്ടില്ല. ഭഗവാന്റെ കയ്യിൽ അങ്ങനെ റിപ്പയർ ചെയ്യാതെ കൊടുക്കുകയാണ്. ഭക്തിയിൽ അങ്ങനെയാണ്. അല്ലാതെ റിപ്പയർ ചെയ്തിട്ടല്ല ഭഗവാന്റെ കയ്യിൽ കൊടുക്കണം. ഭഗവാനെ, എൻ്റെ അടുത്ത് ആകപ്പാടുള്ള ചരക്ക് ഇതാണ്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഇതിൽ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. ഭഗവാന്റെ ചുമതലയാണ്. സമർപ്പണം, സർവസമർപ്പണമാണ്. എല്ലാ വിധത്തിലും അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് ആ ത്യാഗം, ശരണാഗതി ഒക്കെ ഒന്ന് തന്നെ. അങ്ങനെ ഭഗവാന്റെ എന്തിനാപ്പത് പറഞ്ഞു?
ചരണേഷണയോരു ഭക്തിയ, ഭഗവാന്റെ ചരണത്തിൽ ഏഷണ എന്ന് വെച്ചാൽ സത്സംഗത്തിന് രുചി എന്നർത്ഥം. ചരണശബ്ദത്തിന് മറ്റൊരർത്ഥം നമ്മൾ സാധാരണ പറയണത് എന്താ, ഭട്ടതിരി പറഞ്ഞല്ലോ, യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രദിശത്തു പരമാനന്ദ സന്തോഹ ലക്ഷ്മി. അല്ലേ, ഒരുപാട് ആളുകൾക്ക് അറിയുന്ന ശ്ലോകമാണിത്. എനിക്ക് പരമാനന്ദ സന്തോഹ ലക്ഷ്മിയെ തരൂ എന്നാണ്. ലക്ഷ്മി പല ലക്ഷ്മിയുണ്ട്. ധാന്യലക്ഷ്മി, ധനലക്ഷ്മി, സന്താനലക്ഷ്മി, വീര്യലക്ഷ്മി, വിജയലക്ഷ്മി എല്ലാം ഉണ്ട്. ഇവിടെ പരമാനന്ദ സന്തോഷം, പരമാനന്ദത്തിനെ നിരന്തരം വർഷിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്മി ഈ ആത്മജ്ഞാനമാകുന്ന ലക്ഷ്മിയാണ്. നിത്യനിരന്തര ആനന്ദം വേറെ എവിടെയും കിട്ടില്ല. ആ പരമാനന്ദ സന്തോഷത്തിനെ വർഷിക്കുന്നതായ ആ ലക്ഷ്മിയെ, ഭഗവാനെ എനിക്ക് പ്രതിശതം, എനിക്ക് കാണിച്ചു തരൂ, എനിക്ക് തരൂ. എന്താണത്? യോഗീന്ദ്രന്മാരായിട്ടുള്ള ഋഷികൾ, യോഗികൾ അങ്ങയുടെ എല്ലാ അംഗങ്ങളും നോക്കിയിട്ട് അവരേറ്റവും രമിക്കുന്നത് മുക്തിഭാജാം നിവാസ. മുക്തന്മാർ അവിടെ നിർലീന അനേക മുക്താവലി സുഭഗതമം എന്നാണ്. അനേക മുക്തന്മാരുടെ കൂട്ടം അവിടെ ലയിച്ചു പോയിരിക്കണു അത്രയും ആ ചരണത്തിൽ. ആ ചരണം എന്താണ്? ഈ ഉപനിഷത്താണ്, ഈ ബ്രഹ്മവിദ്യയാണത്. പലർക്കും തോന്നും ഈ ഏകാദശ സ്കന്ധം ഗംഭീരമായിട്ട് പറയേണ്ട അവസാന സമയത്ത് ഭട്ടതിരി എന്താ ഇങ്ങനെ നിർത്തിയതെന്ന്. ഏകാദശം തന്നെയാണത്. മുക്തിഭാജാം നിവാസ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം, ദേവദാരു വൃക്ഷത്തിൻ്റെ തളിര്. നാഥ തേ പാദമൂലം, ആ പാദം എന്ന് വെച്ചാൽ സത്സംഗമാണ്. ആ ചരണം എന്ന് പറയണത് യോഗികളൊക്കെ രസിക്കുന്നത് സത്സംഗമാണ്, ഭഗവത് കഥയാണ്, വൈരാഗ്യ ജ്ഞാനപ്രധാനമായ ആ സന്നിവേശമാണ്. ഭഗവാന്റെ ചരണമുള്ളതും സത്സംഗത്തിലാണ്. കാരണം അവിടെ എത്തുമ്പോൾ നമ്മുടെ അഭിമാനമൊക്കെ പോയി. ചരണം എന്താ? ഭഗവാന്റെ ചരണം എവിടെ ഉണ്ടോ അവിടെ നമ്മുടെ അഭിമാനത്തിന് സ്ഥാനമില്ല. അതുകൊണ്ടാണ് ശ്രുതി പറഞ്ഞത് വിതതം പുരാണം. എവിടെ പോയാലും ഭഗവാന്റെ ചരണം ഉണ്ടത്ര. അതാണ് മഹാബലിയുടെ കഥയിൽ മൂന്നാമത്തെ അടി. എവിടെ പോയാലും ആ ചരണമുണ്ട്. അപ്പം തല പൊക്കാൻ പറ്റില്ല. എവിടെ പോയാലും ഭഗവാന്റെ ചരണമുണ്ട്, ഞാനെങ്ങനെ തല ഉയർത്തും? രമണ ഭഗവാൻ തമിഴിലൊരു പാട്ടിൽ പറഞ്ഞു, അരുണാചല വെളി വളി തീ നീർ മൺ പല ഉയിരായി വിരിവുരു ഭൂതഭൗതികങ്ങൾ. പഞ്ചഭൂതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചത്തിൽ. ഇതൊക്കെ തന്നെ അങ്ങല്ലാതെ മറ്റൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് കൂടെ ഞാൻ എന്ന് പറഞ്ഞ ഒരാൾ എവിടുന്ന് വരണു? അങ്ങനെ ഒരാൾ പൊന്തുമ്പോൾ വിരിമലർ പദത്തിനൈ വൈത്തേ, അതിൻ്റെ തലയിൽ ദക്ഷിണാമൂർത്തി നടരാജമൊക്കെ നോക്കുമ്പോൾ ചുവട്ടിലൊരു അസുരം കിടക്കുന്നുണ്ടാവും അല്ലേ? അതിന് പേര് അപസ്മാരം എന്നാണ് പേര്. ആളുകൾ വിചാരിക്കണം അപസ്മാരം എന്നുള്ള വ്യാധിയാണെന്നാണ്. അല്ലല്ല, അപസ്മൃതി എന്ന് വെച്ചാൽ ആത്മാവിനെ മറന്നുപോവൽ എന്നർത്ഥം. സ്വരൂപവിസ്മൃതിയാകുന്ന അസുരനാണ്. വാസ്തവ സത്യം അപ്പം മറന്നു പോകും നമ്മൾ. ആ മറന്നു പോകുന്നതാണ് കുഴപ്പം. മറന്നുപോയി കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും വരും. വിസ്മൃതിയാണ് വലിയ ഡേഞ്ചർ, വലിയ ആപത്ത്. വിപദോ നൈവ വിപദ സമ്പദോ നൈവ സമ്പദ വിപദ് വിസ്മരണം വിഷ്ണോ സമ്പദ് നാരായണ സ്മൃതി. ഭഗവാനെ മറക്കുന്നതാണ് ഡേഞ്ചർ, ആപത്ത്. ഭഗവാനെ സ്മരിക്കുന്നതാണ് സമ്പത്ത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചരണ ഏഷണ എന്ന് വെച്ചാൽ സത്സംഗത്തിലൊരു രുചി. നിരന്തരം സദ്ഗ്രന്ഥങ്ങളെ വായിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഏകാന്തമായി സ്വരൂപത്തിൽ സത്തുമായിട്ട് സംഘം. ഉള്ളിലുള്ള സത്ത് നമ്മുടെ സ്വരൂപമാണ്. അവിടെ ചിത്തം സംഗമിച്ചിരിക്കുകയാണെങ്കിൽ പുറത്ത് എവിടെയും പോകണ്ട. അത് നിത്യനിരന്തരം സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അത്തരത്തിൽ സമ്പന്നരായിട്ടുള്ള യോഗികൾ
മുക്തപുരുഷന്മാർ അവരെവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാൻസ് കളയാൻ പാടില്ല. അവരേത് സമ്പ്രദായമായിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ, അവിടെ വൈരാഗ്യമോ ഭക്തിയോ ജ്ഞാനമോ യോഗമോ, ഈ സീരിയസ് ആയിട്ട് അധ്യാത്മജീവിതം നയിക്കുന്നവരുണ്ടല്ലോ, ഈ ഭേദം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. സാധനയെ ചെയ്യാത്ത ആളുകളാണ് പറയുക ഇത് ജ്ഞാനമാണ്, ഇത് ഭക്തിയാണ്, ഇത് കർമ്മമാണ്, ഇതല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് വേറെ അത് വേറെ എന്നൊക്കെ പറയണത് അവരല്പവും മുങ്ങി നോക്കിയിട്ടില്ല. കാരണം നമ്മളൊക്കെ വളരെ വീക്കാണ്. അങ്ങനെയൊന്നും നമ്മൾ ഇതാണോ അതാണോ എന്നൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഒരു പൂർണ്ണ ജീവിതത്തിൽ എല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എല്ലാം സ്പർശിക്കപ്പെടും. അതുകൊണ്ട് സത്സംഗമും ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നമുക്കൊരു കർമ്മം നിസ്സംഗമായി ചെയ്യേണ്ടത് അവർ കണ്ടു എന്ന് വെച്ചാൽ അതൊരു സത്സംഗമാണ്. ചിലപ്പോൾ ഭഗവത് ഭക്തി അതാണ് അവിടെ ലഭ്യമെങ്കിൽ അതാണ് സത്സംഗം. വൈരാഗ്യമാണെങ്കിൽ അതാണ് സത്സംഗം. യോഗം, ചിത്തം നിശ്ചലമായിട്ടിരിക്കണം, അത് സത്സംഗം. ജ്ഞാനം, നമ്മുടെ സ്വാഭാവികമായ സ്വരൂപസ്ഥിതി, അതിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ജ്ഞാനം, അതാണ് സത്സംഗം. ഇങ്ങനെ ഈ സത്സംഗം ഏതൊക്കെ വിധത്തിൽ, ഏതൊക്കെ വഴിയിൽ നമുക്ക് ലഭ്യമാണോ അവിടെ ഒക്കെ ചെന്നിരിക്കണം. ഒന്നുമില്ല, ഒരിടത്ത് ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കണോ, ചെന്നിരിക്കണം. മനസ്സിലാവണില്ല, കുഴപ്പമൊന്നുമില്ല, വായിക്കുന്നത് ഭാഗവതമാണ് എന്നറിയുമല്ലോ അല്ലേ, അത്രയും മതി. അങ്ങനെ ആരംഭിക്കുക, അങ്ങനെ ഉള്ളിൽ പോട്ടെ. അങ്ങനെ ഈ വസ്തു ഉള്ളിൽ വരിക, ഇതാണ് ഭഗവാന്റെ ചരണേഷണ. ചരണേഷണയ ഒരു ഭക്തിയ എന്നാണ്. ആദ്യം ഒരു ഭക്തിയൊന്നുമില്ല. ഒരു ഭക്തി വന്നാൽ തന്നെ വലിയ കാര്യം അല്ലേ. ഒരു ദിവസം ഇത്തിരി ഭക്തി വന്നാൽ വേണ്ടില്ല. ഒരു ഭക്തി എന്ന് വെച്ചാൽ പ്രബലമായ ഭക്തി, അല്പാൽപമായ ഭക്തിയല്ല, പ്രബലമായ ഭക്തി, നല്ല ആഴത്തിലുള്ള ഭാവബന്ധം, ഈശ്വര ഭക്തി. അങ്ങനെ ഒരു ഭക്തി വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ സംസാരത്തിലുള്ള ബന്ധം, ദുഃഖങ്ങൾ, ഇതും നമുക്ക് വലിയ കാര്യമാവില്ല. അപ്പം അതിനാണ് ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടത്. വെളിച്ചം വരും തോറും ഇരുട്ട് പോയിക്കൊള്ളും. ഇരുട്ടിനെ തല്ലി ഓടിക്കാൻ സാധിക്കില്ല. ഇരുട്ട് വെളിച്ചം വന്നാൽ സഹജമായിട്ട് പോകും. അതുപോലെ ഭഗവത് അനുഭവം വരും തോറും നമ്മളുടെ ലോകത്തിലുള്ള ദുഃഖങ്ങളും, കാരണം ഇതൊക്കെ തീർത്തിട്ട് നമ്മൾ എപ്പോൾ സമാധാനമായിട്ടിരിക്കും? കാലോന യാതഃ വയമേവ യാതഃ. ഭർതൃഹരി പറഞ്ഞു, കാലമൊന്നുമല്ല പോണത്, നമ്മൾ പോയിക്കൊണ്ടേയിരിക്കണു. തൃഷ്ണാന ജീർണ വയമേവ ജീർണ. ആഗ്രഹമൊന്നും അവസാനിച്ചില്ല, നമ്മൾ അവസാനിക്കാറായി, ജീർണിച്ചു പോയി. തപോന തപ്ത വയമേവ തപ്ത. തപസ്സൊന്നും ചെയ്തില്ല, പക്ഷെ കുറേ തപിച്ചു, പല കാര്യങ്ങളും പറഞ്ഞ് കുറേ തപിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിതം പല കോണുകളിൽ നിന്ന് കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന സ്ഥലത്തൊക്കെ സത്സംഗം, ആ സത്സംഗത്തിൻ്റെ ബലം കൊണ്ടും കുറച്ച് കുറച്ച് അധ്യാത്മ സാധനയുടെ ബലം കൊണ്ടും എല്ലാം കഴിഞ്ഞ് അവസാനമാകുമ്പോൾ ഈശ്വര കൃപയുടെ സ്പർശം കൊണ്ടുമൊക്കെ ലോക വിക്ഷേപം നമ്മുടെ മനസ്സിൽ നിന്ന് അടങ്ങും. ചരണേഷണയോരു ഭക്ത്യ ചേതോ മലാനി വിധമേത്ത് എന്നാണ്. ചിത്തത്തിലുള്ള മലം, ദോഷങ്ങൾ, കളങ്കങ്ങൾ, അതൊക്കെ പതുക്കെ 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 പോയി കഴിയുമ്പോൾ, അതൊക്കെ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമ്മളായിട്ട് വാരിക്കൂട്ടിയതാണ്. മനസ്സിനെ ദുഷ്പിക്കൊന്നും വേണ്ട, മനസ്സിനെ കുറ്റം പറയണ്ട. നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് പലതും പല കാലത്ത് കർമ്മങ്ങൾ ചെയ്തും പല വിഷയങ്ങളെ അനുഭവിച്ചും ഉള്ളിൽ കയറ്റിയതാണ് സാത്വികമായും രാജസമായും താമസമായിട്ടുള്ള ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധേ. അല്ലേ, ചിലപ്പോൾ വയറൊക്കെ ഇളക്കി കഴിയുമ്പോഴേ എന്തൊരു സുഖം, തിന്നുമ്പോൾ ഒന്നും ആലോചിച്ചില്ല, അങ്ങനെ കയറ്റി ഒക്കെ അടിച്ച് കയറ്റിയിട്ട് ഇവിടെ വേദനിക്കണു 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 ബഹളമാണ്. കുറേ ഇങ്ങനെയും പോയി കുറേ ഇങ്ങനെയും പോയാൽ
നൈർമല്യം, അല്ലേ, നിർമ്മല ഭാവം. അപ്പോൾ ഒരു ശരീരത്തിലുള്ള മലം പോയി കഴിയുമ്പോൾ തന്നെ അപ്പാ എന്തൊരു സുഖം. എന്നാൽ ആ സുഖം വെച്ചുകൊണ്ടിരിക്കും. പിന്നെയും കാലിയായപ്പോൾ വീണ്ടും അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ചിത്തം ശുദ്ധമാവുമ്പോൾ പർഗേഷൻ എന്നാണ് വെസ്റ്റേൺ മിസ്റ്റിസിസത്തിൽ. ഇംഗ്ലീഷിൽ ഇതിന് വാക്ക് തന്നെ പർഗേഷനാണ്. നമ്മൾ ഈ മലശോധന ചെയ്യുന്ന പോലെയാണ്. മലശോധനയ്ക്ക് പർഗേഷൻ എന്നാണല്ലോ പറയുക. സ്പിരിച്വൽ പർഗേഷൻ എന്നാണ് പറയാൻ. ഉള്ളിലുള്ള ദോഷങ്ങളെയൊക്കെ ഇങ്ങനെ ശോധന ചെയ്യാം. ചേതോമലാനി വിധമേത് ഗുണകർമ്മജാനി തസ്മിൻ വിശുദ്ധി. ചിത്തം ശുദ്ധമാവുമ്പോൾ ഉപലഭ്യത ആത്മതത്വം. ആത്മതത്വം നിത്യോപലബ്ധമായ വസ്തുവിനെ കണ്ടറിയാണ്. അവിടെ ഉണ്ട്. ജ്ഞാനമേവ ലാഭ. പുതിയതായിട്ട് കിട്ടലല്ല. കഴുത്തിലിട്ടിരിക്കുന്ന ഒരു മാല എവിടെയോ പോയി എന്ന് തിരഞ്ഞു, അവസാനമോ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞ പോലെ ഉപലഭ്യത ആത്മതത്വം. പിന്നെന്താ? സാക്ഷാത് യഥാ അമലദൃശോഹോ സവിതൃപ്രകാശ. നല്ല കണ്ണ് തെളിച്ചമുള്ള ആൾക്ക് സൂര്യനെ കാണുന്ന പോലെ ആത്മാവിനെ അപരോക്ഷമായി തന്നിൽ താനായിട്ട് കണ്ടു. ഈ അനുഭവത്തിനെ ഗുരു ശിഷ്യന് കൊടുക്കുന്നു. തനുവത് ഇപ്പോൾ തനു എന്നുള്ള ധാതുവിന് ഇപ്പം നമ്മൾ ശരീരത്തിന് തനു എന്ന് പറയും. നമ്മളിൽ പരന്ന് അനുഭവപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ അനുഭവം മുഴുവൻ നിറഞ്ഞു നിൽക്കുക എന്നാണ്. തേനേ തനോതി ഗുരുഹു തത്ര. ആ ജ്ഞാനത്തിനെ അങ്ങോട്ട് കൊടുക്കുന്നു. എങ്ങനെ? താൻ വേറെ ശിഷ്യൻ വേറെ എന്നുള്ള ഭാവത്തിലല്ല, ടീച്ചിങ് അല്ല, ബിക്കമിങ് വൺ. അനന്യപ്രോക്തേ ഗതിരത്ര നാസ്തി. ഞാൻ വേറെയല്ല ശിഷ്യൻ വേറെയല്ല എന്നായതോടുകൂടെ യാത്ര അവസാനിച്ചു എന്നാണ്. അതാണ് ഗതിഹി അത്ര നാസ്തി. അത്ര ഗതിഹി നാസ്തി അവഗതിഹി ഭവത്യവ. ഇവിടെ യാത്ര ഇനി മൂവ്മെൻ്റേ ഇല്ല. അനന്യപ്രോക്ത, അനന്യനായ അനന്യേന ആചാര്യേണ പ്രോക്തേ അത്ര ഗതിഹി നാസ്തി സംസാര നാസ്തി. മുക്തനായിത്തീരുന്നു. തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ. ആദികവിയായ ബ്രഹ്മാവിന് ഭഗവാൻ ഈ ബ്രഹ്മത്തിനെ ഉപദേശിച്ചു. മുഹ്യന്തി യത് സൂരയ. മഹാബുദ്ധിശാലികളൊക്കെ തന്നെ ഗുരുസമ്പ്രദായ രഹിതാഹ. ആചാര്യസ്വാമികളടുത്ത് ഭാഷ്യത്ത് പറയുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ അറിഞ്ഞും പഠിച്ചൊക്കെ കഴിഞ്ഞാൽ മോഹിച്ചു പോകുന്നതെന്ന് വെച്ചാൽ നല്ല സമ്പ്രദായ അസമ്പ്രദായവിത് സർവശാസ്ത്രവിദപി മൂർഖവതുപേക്ഷണീയ സർവത്ര എന്ന്. അയാൾ നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞാൽ പോലും ശങ്കരാചാര്യർ പറയണത് സമ്പ്രദായമായിട്ടല്ലെങ്കിൽ മൂർഖനെ പോലെ തള്ളിക്കളയണമെന്ന്. അസമ്പ്രദായവിത് സർവശാസ്ത്രവിദപി മൂർഖവതുപേക്ഷണീയ സർവത്ര. തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത് സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷ. തേജോവാരി മൃത്തുക്കളുടെ വിനിമയമാണ് ഈ പ്രപഞ്ചം മുഴുവനും. ജലം, മണ്ണ്, പ്രകാശം. ഇപ്പോൾ തേജോപന്നമയം, തേജസ് അപ്പ് അന്നം എന്നാണ് ഉപനിഷത്ത് പറയുക. പഞ്ചഭൂതങ്ങളും അതിൽ ഇൻക്ലൂഡഡാണ്. ഈ പഞ്ചഭൂതങ്ങൾ പ്രപഞ്ചം നമ്മളുടെ മുമ്പിൽ കാണുന്നു. ശരീരം ഇതാ കാണുന്നു. നമ്മൾ എത്ര നേരം ധ്യാനിച്ചിരുന്നാലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഉണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ പിന്നെയും തുടങ്ങി. സത്സംഗത്തിലിരുന്ന് അത് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങി. അപ്പോൾ ഭൂതപ്രകൃതി മോക്ഷമുണ്ടാവുമെന്നാണ് ചോദ്യം. ഞാൻ ഇപ്പോൾ പറയണതൊക്കെ ഇപ്പോൾ 10 മണി ആയതുകൊണ്ട് എന്ത് വേണമെങ്കിൽ പറയാമെന്നാണ്. എന്ത് വേണമെങ്കിൽ പറഞ്ഞു. അപ്പോൾ
ഭൂതപ്രകൃതി മോക്ഷം റെക്കോർഡൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് നാളെ 7 മണിക്ക് കേൾക്കാം. ഭൂതപ്രകൃതി മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ത്രിസർഗവും ഋഷാ, ഭൂമിയിൽ തേജസ് സൂര്യപ്രകാശം കൊണ്ട് വെള്ളം കാണും. അത് മരുമരീച്ചിക. അവിടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വെള്ളമൊന്നുമില്ല, പക്ഷെ വെള്ളം കണ്ടു ഇല്ലേ? അതേപോലെയാണ് ഈ കാണുന്ന പ്രപഞ്ചവും നമ്മൾ ഇത്രയധികം വലിയ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്ന ഈ ശരീരവും ഇതിൻ്റെ രോഗങ്ങളും വളർച്ചയും ദുഃഖങ്ങളും ഒക്കെ എന്നാണ് വേദാന്തം പറയണത്. സ്വാമി ശരി പറയാം, കാര്യം വരുമ്പോൾ വയ്യാതാവുമ്പോൾ അതൊന്നും നമുക്ക് ശരിയാണ് അല്ലേ? അപ്പോൾ ഭാഗവതം തന്നെ പറയുന്നുണ്ട്, അത് വാസ്തവത്തിൽ ഇല്ലാത്തതാണെങ്കിലും പ്രകൃത്യാ ഇല്ലാതാവുന്നവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഭൂതം ഇതൊക്കെ പോലെ. എന്താ അത്? അസന്തോപി യച്ഛന്തി ആമൃത്യുതഃ ഭയം ഛായാ പ്രത്യാഹ്വയാഭാസ. നിഴല്, പ്രത്യാഹ്വയം, പ്രതിധ്വനി, ആഭാസം, ഇതൊക്കെ തന്നെ വാസ്തവമല്ല. പക്ഷേ ഇപ്പോൾ ഒരു ഹൊറർ സിനിമയൊക്കെ കണ്ടിട്ട് ഇല്ലേ എത്ര പേര് പേടിക്കും? ഒരു സിനിമ വന്നാൽ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെ ആയിട്ട് അപ്പോഴൊന്നും ഇത്ര സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആളുകളിങ്ങനെ പറയും, കള്ളിയങ്കാട്ട് നീലിയെ കണ്ടു. പിന്നെ എന്താ തമിഴിലൊരു കഥ ഉണ്ടായിരുന്നു ആ കാലത്ത്, എന്തോ പേര് മറന്നുപോയി എനിക്ക്, നല്ലതങ്കാൾ എന്നൊക്കെ പറഞ്ഞിട്ട് പാലക്കാടൊക്കെ ഞങ്ങൾ ഈ ഗ്രാമത്തിൽ കുട്ടിക്കാലത്ത് ഞങ്ങളെയൊക്കെ പറഞ്ഞു വരട്ടും. ഞാൻ വരുന്നുണ്ടായിരുന്നു, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ സിനിമ കണ്ടതാണ്. പക്ഷെ സിനിമ വാസ്തവമായി മുമ്പിൽ പ്രത്യക്ഷപ്പെടുക ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. വേദാന്തം പറയണത് ഒരു വയലിൽ നിൽക്കുന്ന കുറ്റി, ആ കുറ്റി കണ്ടിട്ട് പോസ്റ്റ് ഗോസ്റ്റാവും. അതിലിനിയിപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചു എന്ന് പറയും അല്ലേ? അങ്ങനെ വിളിച്ചു ഒക്കെ തോന്നും. എത്ര കഥകളാ! നമുക്ക് രസമായ കഥ പറയാനുണ്ടല്ലോ അല്ലേ? ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഉള്ള ഒരു ഭക്തൻ്റെ കഥയാണ്. ഇവിടെ ഉണ്ടോ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ രസമായ കഥയാണ്. അദ്ദേഹം ഇരിക്കാറാ ഇല്ല, നല്ല രസമായ കഥ. ഇത്രയും നല്ല രസമായ കഥ ഉദാഹരണം കിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, 19 വയസ്സുള്ളപ്പോൾ ജോലി കിട്ടി. തിരുവനന്തപുരത്തിനടുത്ത് ആ ചെങ്കോട്ടയ്ക്ക് പോണ വഴി അഞ്ചൽ എന്ന് പറഞ്ഞ കാടാണ് അവിടെ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അവിടെ ജോലി കിട്ടി. ജോലിയൊക്കെ ആയിട്ട് ഒരു ചെറിയ കുന്നിൻ്റെ മേലെ ആയിരുന്നു താമസത്തിനുള്ള ഒരു സ്ഥലം, കോട്ടേജ്. അപ്പോൾ ആ കോട്ടേജിൽ താമസിക്കാൻ പോകുമ്പോൾ അന്നത്തെ കഷ്ടകാലത്തിന് അല്ലെങ്കിൽ തന്നെ പേടി. രാത്രി സമയം ആരില്ല, ഒരേ ഒരു കാവൽക്കാരനുണ്ട്. അയാൾ രാത്രി മുഴുവൻ പ്രേതക്കഥകൾ പറഞ്ഞ്, കുട്ടി പുറത്തൊന്നും പോണ്ടാട്ടോ, ഇവിടെ പ്രേതങ്ങളുണ്ട്, എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു അത്രയും. അപ്പോൾ പേടിച്ച് ആണ് കഴിയണത്. രാത്രി പുറത്തേ വന്നില്ലേ, രാവിലെ എണീറ്റ് റൂമിൽ നിന്ന് പുറത്തു വന്നിട്ട് ശൗചമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഉള്ളിലേക്ക് പോകാൻ നിൽക്കുമ്പോണ്ട് ആ റൂമിൽ, താൻ വന്ന റൂമിൽ ഒരു സ്ത്രീ നിൽക്കുന്നു. അവിടെ ആരുമില്ല, നല്ല വെളിച്ചത്തിൽ ഒരു സ്ത്രീ രൂപം നിൽക്കുന്നു. പേടിച്ച് നല്ലവണ്ണം കണ്ണൊക്കെ വിരിച്ചു നോക്കി. അപ്പോഴും കണ്ടു. ഭാവനയാണോ നോക്കി, അല്ല, ഭാവനയല്ല, മന്ദ അന്ധകാരം എന്നാണ് പറയാറ്, ഇത്തിരി വെളിച്ചം. അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോൾ അവരിങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങി, ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ അങ്ങോട്ട് പോയി. പേടിച്ചപ്പോൾ അവസാനം നിലവിളിച്ച് ചുറ്റി വളഞ്ഞ് ഓടിപ്പോയ പണിക്കാരനെ എണീപ്പിച്ചു. അവിടെ ഒരു സ്ത്രീയോ, ഇവിടെ എങ്ങനെ സ്ത്രീ വരും? അല്ല, അതിനകത്തുണ്ട്, ഞാൻ കണ്ടു, വരൂ. അയാളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ മുറിയിൽ
ലൈറ്റ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് ബോംബെ ഡൈയിങ് കലണ്ടർ. അത് വലുതാണ്, ഒരു സ്ത്രീയുടെ ഫുൾ രൂപമാണത്. അത് ആ വെളിച്ചത്തിൽ ഇങ്ങനെയും മുമ്പിലേക്ക് വരുന്നു, പുറകോട്ട് പോകുന്നു, ഫുള്ളായിട്ടുള്ളൊരു. അപ്പോൾ ഇത് വെളിച്ചം ലൈറ്റ് ഇട്ട് നോക്കുന്നവരെ ഇല്ലേ, ഇതിപ്പോൾ ഇത് കണ്ടിട്ട് ഒറ്റ ഓട്ടം ഓടി ഏതെങ്കിലും മന്ത്രവാദിയോ പ്രശ്നം വെച്ച് നോക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തൊക്കെ പറയും, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വെളിച്ചമാണിതിന് ഉത്തരം, വാസ്തവമായ അറിവാണ്. അവിടെ ചെന്ന് നോക്കുക, സാധനത്തിന് നോക്കുക, നോക്കേണ്ട വിധത്തിൽ. അതേപോലെ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ചുരുളഴിക്കാൻ പുറത്തു നോക്കിയിട്ട് കാര്യമില്ല. ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ കാണുന്ന തന്നിൽ ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. എന്താണ് ആനന്ദത്തിന് ഹേതു എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണ ദേഹവും അനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന പോലെ ഉണർന്നു. തൻ്റെ സ്വരൂപത്തിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ എത്ര ത്രിസർഗവും മൃഷ. അമൃഷ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് മൃഷ. പക്ഷേ അമൃഷാവാണ്. എങ്ങനെ? ആത്മാവായിട്ട്, ബ്രഹ്മമായിട്ട്, ചൈതന്യമായിട്ട്, ആ സത്യം പരമാർത്ഥ വസ്തുവായിട്ട് അമൃഷ. ഈ നാമരൂപത്തോടുകൂടെ അതിൻ്റേതായ ദോഷങ്ങളോടുകൂടെ മൃഷ. ഇവിടെ പ്രശ്നം പരിഹരിക്കാനൊന്നുമില്ല എന്നാണ്. അറിയേണ്ടത് അറിഞ്ഞു കഴിയുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. ഉള്ളത് ഒന്നാണ്, അത് പൂർണ്ണ വസ്തുവാണ്. ഇത് അനുഭവം കൊണ്ടറിഞ്ഞാലേ രക്ഷപ്പെടും. അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് നമ്മളിതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് തോന്നും പരിഹാരമേ ഇല്ലാത്ത കാര്യത്തിന് എന്തോ പറയുന്നു. ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പറയണത് ശ്രോതവ്യ മന്തവ്യ നിധിധ്യാസിതവ്യ. ഹൃദയത്തിൽ ചെന്ന് നിർവികൽപ്പമായ സമാധിപ്രജ്ഞ കൊണ്ട് ഇതറിയണം. അങ്ങനെ അറിയുമ്പോൾ സംക്ലേശ നിർവാണം ഉശന്തി നാന്യഥാകും. സർവ ക്ലേശങ്ങളുടെയും അസ്തമനം. വിദ്യയോടുകൂടെ മുങ്ങണം എന്ന് പറഞ്ഞു. വിദ്യയില്ലാതെ മുങ്ങിയാൽ അതിന് യോഗമെന്ന് പേര്, വിദ്യയോട് മുങ്ങിയ ജ്ഞാനമെന്ന് പേര്, അൺകോൺഷ്യസ് ആയിട്ട് മുങ്ങിയ ഉറക്കമെന്ന് പേര്. അത്രയും വ്യത്യാസം. ഇപ്പോൾ നമ്മൾ ഈ സത്സംഗത്തിലൊക്കെ കേൾക്കുമ്പോൾ കുറേ നേരത്തേക്ക് ഇങ്ങനെ കണ്ണടച്ചിരിക്കേണ്ട യോഗം, അറിവ് വന്നില്ല. അല്ലാതെയും യോഗത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരം അങ്ങനെ സ്ട്രെയിറ്റ് ആവും. കുണ്ടലിനി ഉണരുക എന്നുള്ളതൊക്കെ ഒരു റെയർ പ്രോസസ്സല്ല. നമുക്ക് ഈ ശ്രവണം ചെയ്യുമ്പോൾ തന്നെ കാണാം. അങ്ങനെ ഇരിക്കുന്ന വളഞ്ഞു കുളഞ്ഞിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് അങ്ങോട്ട് ആ ചുരുള് അഴിഞ്ഞ സർപ്പം എഴുന്നേക്കും, അപ്പോൾ എണീക്കും. സത്സംഗത്തിൽ തന്നെ കാണാം നമുക്കത്. ഒരു നല്ല കീർത്തനം കേൾക്കുമ്പോൾ, ഒരു വിഷയം കേൾക്കുമ്പോൾ യോഗമാണ്. മറ്റേത് നിദ്ര വരുമ്പോൾ എങ്ങനെയാ, സർപ്പം ഉള്ളിൽ പോയി ഉറങ്ങി. അറിവോടുകൂടെ യോഗം ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രി. അറിവോടുകൂടെ, സത്യത്തിൻ്റെ അറിവോടുകൂടെ ആ സ്ഥാനത്തിലേക്ക് പോവുകയാണ്, യോഗത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ദർശിക്കണം. ഗുരുകരുണയൈവ നാവ പ്രാക്തന ഭാഗ്യാനുകൂലമാരുതയാ ദുസ്തര ദുഃഖതരംഗ സംസാരസാഗര തീർണ. സദാശിവബ്രഹ്മേന്ദ്രസ്വാമി പറഞ്ഞു, രക്ഷപ്പെട്ടു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരുകരുണയൈവ നാവ. ഗുരുകൃപ എന്ന് പറയുന്ന ആ നാവം, ആ തോണിയിൽ കയറി ആ തോണിക്ക് ഇത്തിരി കാറ്റ് വേണം. പ്രാക്തന ഭാഗ്യാനുകൂലമാരുതയ. പൂർവ്വജന്മത്തിൽ ചെയ്ത ഏതോ പുണ്യാതിരേകം കൊണ്ട് ആ കാറ്റിങ്ങനെ തള്ളിക്കൊണ്ടുപോയി ആ തോണിയെ. പ്രാക്തന ഭാഗ്യാനുകൂലമാരുതയ ദുസ്തര ദുഃഖതരംഗ. എളുപ്പത്തിലൊന്നും കടക്കാൻ പറ്റാത്ത ഈ സംസാര തരംഗത്തിനെ, സമുദ്രത്തിനെ തീർണ, കടന്നുപോയി എന്നാണ്. എളുപ്പത്തിൽ അങ്ങോട്ട് കടന്നുപോയി. അപ്പോൾ അതാണ്
ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ തേനേ ബ്രഹ്മഹൃദ, മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും. ഉപദേശം സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ല, നൽകുവാണ്. നിങ്ങളുടെ ദേഹത്തേക്ക് തീയെടുത്ത് ഇട്ടാ നിങ്ങളെന്ത് സ്വീകരിക്കാം? തീ നിങ്ങളെ സ്വീകരിച്ചോളൂ അല്ലേ? അഗ്നി എടുത്തിങ്ങനെ വേത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അഗ്നിയെ സ്വീകരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇത് സത്യം സ്വയമേവ വന്ന് പിടിക്കുകയാണ്. ഇപ്പോൾ അല്ലേ, ഇപ്പം നമ്മൾ അടുത്തിരിക്കുമ്പോൾ ആൾക്ക് നല്ല ജലദോഷമുണ്ട്, നമ്മളെ കയറി പിടിക്കാൻ അത് ചോദിച്ചോണ്ടൊന്നും ഇരിക്കും. എനിക്ക് ജലദോഷത്തിലൊന്നും വിശ്വാസമില്ല എന്നൊന്നും. വിശ്വാസമില്ലെങ്കിൽ ജലദോഷം പിടിക്കാതിരിക്കുമോ? പിടിക്കും. അങ്ങനെ ഒരാൾ പറഞ്ഞു, നമ്മുടെ കൂടെ വരുന്നൊരു ഭക്തനുണ്ട്, അദ്ദേഹം കൊറോണ സമയത്ത് ഇഞ്ചക്ഷനൊന്നും എടുക്കാൻ നേരെ അങ്ങോട്ട് തിരുവണ്ണാമലയ്ക്ക് പോകും. അപ്പോൾ അവിടെ ഉള്ള ഒരു അമ്മ, കൊറോണ സമയത്ത് ഇങ്ങനെ വന്നിരിക്കണം, എനിക്ക് കൊറോണയിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ പ്രാക്തന ഭാഗ്യാനുകൂലം, ആ മാരുതയ, നമ്മളൊക്കെ ആ പ്രാക്തന ഭാഗ്യാനുകൂലം കൊണ്ടാണ് സത്സംഗത്തിലിരിക്കണത്. ഈ സത്യം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള വലിയ ദുഃഖങ്ങളൊക്കെ തന്നെ മരുമരീചിക പോലെ, എന്ന് വെച്ചാൽ അതൊക്കെ കാണും, ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളുടെ മേലെ ഉണ്ടാവില്ല, മറഞ്ഞു പോവില്ല. മരുമരീചിക ജലം കാണപ്പെടുന്ന പോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ കാണും, ദുഃഖങ്ങളുണ്ട് എന്നറിയാം. മനുഷ്യന് വലിയ പരിപാകത വരും അധ്യാത്മജീവിതം കൊണ്ട്. എന്താണെന്ന് വെച്ചാൽ അധ്യാത്മമായ പരിപൂർണത വരുന്നത് എല്ലാ ദുഃഖങ്ങളും കണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ദുഃഖവും ഒരു ജ്ഞാനിക്കറിയാം. കരുണ എന്നൊക്കെ പറയണത് എന്താണെന്ന് വെച്ചാൽ, പലരും പല പ്രശ്നങ്ങളും പറഞ്ഞു വരുമ്പോൾ ജ്ഞാനിക്ക് കരുണ എവിടെ നിന്ന് വരണു? അവരുടെ അതൊക്കെ താൻ തന്നെയാണ്, കാരണം താൻ ഇതൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാവും എന്താണെന്നറിയാം, ഈ പ്രശ്നം എന്താണെന്നറിയാം. അവിടെയാണ് കരുണ വരണത്, വണ്ണസ് വരണത്. അപ്പോൾ ആ കാരുണ്യം ഇതെല്ലാം പൂർണ്ണത വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ സമ്പൂർണമായി എല്ലാമായിട്ടും ഈ ജീവിതമുണ്ടല്ലോ, അത് ഭഗവത് സ്വരൂപമാണ് എന്ന് കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ മോഹം വീണുപോയി. അതാണ് നിവൃത്തി. ഇവിടെ തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ ജ്ഞാതേ തത്വേ കഹ സംസാര, തത്വജ്ഞാനം പിന്നെ എന്ത് സംസാരം? സംസാരമൊന്നുമില്ല. എത്രയോ ആളുകൾ അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഋഷഭദേവൻ, അംബരീഷൻ, ഇവരൊക്കെ തന്നെ ലൗകികമായ ഗംഭീരമായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒന്നും അവരെ ബാധിച്ചില്ല, ഒന്നും അവരെ സ്പർശിച്ചില്ല, നിസ്സംഗമായിട്ടിരുന്നു. കർത്തും ശക്യം രാജ്യാനുശാസനം. വിദ്യാരണ്യസ്വാമി പറഞ്ഞു, ചക്രവർത്തിയായിട്ട് രാജ്യം ഭരിക്കാമല്ലോ എന്നാണ് ഈ തത്വജ്ഞാനത്തോടു കൂടെ. ഒന്നും തൊടില്ല. അങ്ങനെ ആ സത്യം നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി, എപ്പോഴും ഇരുട്ടിന് ഇരിക്കാൻ ഇടം കൊടുക്കാതെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ വെളിച്ചത്തിന് നമസ്കാരം, ആ വെളിച്ചത്തിൻ്റെ ധാമത്തിന് നമസ്കാരം. നിരസ്തകുഹകം, കുഹകം എന്ന് വെച്ചാൽ അജ്ഞാനം, അവിദ്യ. കുഹകൻ തക്ഷകൻ പോലെ ഒരു സർപ്പമാണെന്ന് പറയും. അപ്പോൾ തക്ഷകനും അവിദ്യയാണ്, അജ്ഞാനമാണ്. കുഹകസ്തക്ഷകോവ ദശത്വലം ഗായത വിഷ്ണുഗാഥാഹ എന്ന് പറയും. അപ്പോൾ ഇവിടെ സദാ നിരസ്ത കുഹകം, ഉള്ളിൽ അവിദ്യ സദാ നിരസ്തമാണ്. സൂര്യനിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇരുട്ടുണ്ടായിരുന്നുണ്ടോ? സൂര്യന് ഇരുട്ടിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇതുപോലെ നിത്യപ്രകാശമായ ആത്മവസ്തുവിന് അവിദ്യയോ അജ്ഞാനമോ ഒന്നും മനസ്സിലാവില്ല. അതാണ് സദാ നിരസ്ത കുഹകം സത്യം. അങ്ങനെയുള്ള ആ സത്യത്തിനെ ഞാൻ ധ്യാനിക്കുന്നു. ഇനിയിപ്പോൾ ആ സത്യം, രണ്ട് കാര്യമാണ് ഭാഗവതത്തിൽ. ഒന്ന് സത്യം, രണ്ട് ധർമ്മം. വേദവും അതാണ്. സത്യം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, ധർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മകാണ്ഡ വേദഭാഗം. ഇനിയിപ്പോൾ ഈ സത്യത്തിനെയും ധർമ്മത്തിനെയും ധർമ്മം എന്ന് പറയും. ഗീത ആരംഭിക്കുമ്പോൾ ധർമ്മ
അങ്ങനെയാണല്ലോ ആരംഭിക്കുന്നത്. ധർമ്മക്ഷേത്രേ. ധർമ്മ എന്ന് വെച്ചാൽ ഭഗവാൻ ഒരു പേരാണ്. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേര് ധർമ്മോ ധർമ്മവിദുത്തമ. ധർമ്മ എന്നതിൻ്റെ പേര് ഭഗവാൻ. ഇപ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ എന്താണ് ധർമ്മം? ആളുകളൊക്കെ തന്നെ ചർച്ചയാണ്. ബുദ്ധൻ പറയുമ്പോൾ ധർമ്മം എന്ന് പറയുന്നത് ബുദ്ധമതത്തിൽ എന്തൊക്കെ ഉപദേശിച്ചു ആ ശീലം അതൊക്കെ ധർമ്മമാണ്. ബുദ്ധമതത്തിൽ അവർക്ക് ജീവനെ ധർമ്മം എന്ന് പറയും. മാണ്ഡുക്യകാരികയിലൊക്കെ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ധർമാന്യോ ഗഗനോപമാണ്. അപ്പം ധർമ്മശബ്ദത്തിന് അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ സനാതനധർമ്മം വലിയ ചർച്ചയായിട്ടിരിക്കുന്ന വിഷയമാണ്. ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, ബുദ്ധൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ വാക്ക്. ഏഷധർമ്മ സനാതന. ധർമ്മപഥത്തിൽ പല സ്ഥലത്തും ബുദ്ധൻ ആരെയും വെറുക്കരുത്, എല്ലാവരോടും മൈത്രീഭാവത്തോടു കൂടെ ഇരിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് ഏഷധർമ്മ സനാതന. ഇതാണ് സനാതന ധർമ്മം എന്ന്. ഇപ്പോൾ ഇപ്പോൾ ധർമ്മ പ്രോജ്ജിത കൈത്തവ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ കർമ്മങ്ങളിലുള്ള ധർമ്മമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കളങ്കം അതിനകത്ത് ചേർക്കും. ഇപ്പം അമ്പലങ്ങൾ, പൂജ, കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. പക്ഷേ അവിടെയൊക്കെ എല്ലാം ശുദ്ധമായിട്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ കയ്യിലില്ല അല്ലേ. കുറേ പണം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പ്രിയം വന്നു കഴിഞ്ഞാൽ പണം കൊണ്ടുപോയി കൊടുക്കും അമ്പലത്തിൽ. പണം ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് എടുക്കും, അവരൊക്കെ ഭക്തന്മാരാവും. സ്വാമിയെ ശരണം അയ്യപ്പ എന്നുണ്ട്. പിന്നെന്താ, എല്ലാ കളങ്കവും വരും. അപ്പോൾ അതൊന്നും ഒരു ആരാധനയായിട്ട് തീരണില്ലല്ലോ, ഭക്തിയായിട്ട് തീരണില്ലല്ലോ, സാധനയായിട്ട് തീരണില്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ നമുക്ക് സാമാന്യ ജനങ്ങളോട് പറയാൻ പറ്റുമോ? പറ്റില്ല. അവരൊരു ഭാവത്തോട് ഭക്തിയോടുകൂടി വരണുണ്ട്, അവരെ നിഷേധിക്കാനും പറ്റില്ല. ന ബുദ്ധിഭേദം ജനയേതജ്ഞാനം. പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ പാവം ഇങ്ങനെ വന്ന് ഈ അധർമ്മത്തിന് വളമിട്ട് കൊടുത്തിട്ട് പോവുകയാണ് ചെയ്യണത്. അതും വാസ്തവമാണ്. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷനാവും, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളെയും ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ ഒക്കെ കൺഫ്യൂഷനാണ്. ബാഹ്യമായ വ്യവഹാരങ്ങളിൽ നമ്മൾ ഈ മഹാഭാരതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ധർമ്മചർച്ച വരും, ഒരിടത്തും എത്തില്ല. എല്ലാ അവസാനം കൺഫ്യൂഷനായിട്ട് നിൽക്കും. ധർമ്മപുത്രൻ്റെ അടുത്ത് യമൻ ചോദിക്കുന്നുണ്ട് ധർമ്മം എന്താണെന്ന്. എന്താ ശ്ലോകം? അല്ല, തർക്കോ അപ്രതിഷ്ഠ ശ്രുതയോ വിഭിന്നാഹ നൈകോ ഋഷിര്യസ്യ മതം പ്രമാണം ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം മഹാജനോയേന ഗതസ്സപന്ഥ. യുക്തി കൊണ്ട് ഇന്നത് നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം നമ്മളെക്കാളും ബലമുള്ള യുക്തി വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പിന്നെ അനുസരിക്കും. കേവലസ്യ തർക്കസ്യ വിപ്രലംഭകത്വം എന്ന് പറഞ്ഞു ശങ്കരാചാര്യർ. വെറുതെ യുക്തി എന്ന് പറയുന്നത് ചതിക്കുഴി ഉണ്ടെന്നാണ്. കുറച്ച് നമ്മളെക്കാളും യുക്തിയുള്ള ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും. തർക്കോ അപ്രതിഷ്ഠ സൂത്രം തന്നെ ഉണ്ട്, ബ്രഹ്മസൂത്രം. തർക്കസ്യ അപ്രതിഷ്ഠാനാത് അന്യഥാനുമേയമെത്തി ചെയ്ത് ഏവമപി അവിമോക്ഷപ്രസംഗ. അവിടെയാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. ലോജിക്കിന് സ്റ്റെബിലിറ്റി ഇല്ല. ഇറ്റ് ക്യാൻ കൺവിൻസ് യു ബട്ട് ഇറ്റ് കനോട്ട് മേക്ക് യു അബൈഡ്. അത് നിങ്ങളെ പറഞ്ഞ് നിശ്ചയം വരുത്തും, പക്ഷെ നിങ്ങളെ സ്വരൂപത്തിൽ ഇരുത്തുമൊന്നുമില്ല. അത് തർക്കോ അപ്രതിഷ്ഠ. തർക്കം കൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലത്തുള്ള പ്രതിഷ്ഠയൊക്കെ എടുത്തു കളയും. നിങ്ങളുടെ സ്വരൂപ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സ്വഭാവസിദ്ധമാണ്. ബാക്കിയുള്ളതൊക്കെ എടുത്തു കളഞ്ഞാൽ മതി, നിങ്ങളായിട്ട് അവിടെ ഉണ്ട്. അതാണ് ആശ്രയം എന്നുള്ളതിനും അർത്ഥം. അന്യാശ്രയാണാം ത്യാഗ അനന്യത. അന്യാശ്രയങ്ങളൊക്കെ വിട്ട് കഴിയുമ്പോൾ ഭഗവാന്റെ അടുത്തുള്ള ആശ്രയം ഉണ്ടല്ലോ, നമ്മൾ
ചെയ്യേണ്ടതല്ല, സ്വഭാവസിദ്ധമാണ്. ബാക്കി നിൽക്കുന്നത് അതുമാത്രമാണ്. ബാക്കി ആശ്രയങ്ങളൊക്കെ എടുത്തു കളഞ്ഞാൽ മതി. ഭഗവതാശ്രയം നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ അത് അല്പമായിട്ടിരിക്കും. നമ്മൾക്ക് എത്ര ബലമുണ്ടോ അത്ര കണ്ട് ആശ്രയിക്കും. അതിനൊരു ആരംഭമുണ്ട്, അവസാനമുണ്ട്. ഭഗവതാശ്രയം നമ്മൾ ചെയ്യുന്നതല്ല, അത് നിത്യസിദ്ധമാണ്. ബാക്കി ആശ്രയങ്ങളെയൊക്കെ എടുത്തു കഴിയുമ്പോൾ ഭഗവതാശ്രയം എന്ന് പറയണത് സ്വഭാവസിദ്ധമാണ്. അതാണ് സന്യാസം എന്ന് പറയണത്. അതാണ് ഈ 12 ലക്ഷണങ്ങളിൽ അവസാനത്തെ ലക്ഷണം. ആശ്രയമല്ലേ? ആശ്രയമാണ് അവസാനം. മുക്തി കഴിഞ്ഞിട്ടാണ് ആശ്രയം. മുക്തി എന്ന് പറയുന്നത് ജ്ഞാനവുമാണ്. ജ്ഞാനത്തിന് ശേഷം ആശ്രയം എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനം കൊണ്ട് എന്തൊരു സത്യത്തിനെ അറിഞ്ഞുവോ അതല്ലാതെ വേറെ ഒന്നിനെയും ഇപ്പം ആശ്രയിക്കണില്ല. ബാക്കി ആശ്രയങ്ങളൊക്കെ വിട്ടു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നുള്ളതൊരു കർമ്മമല്ല. സർവധർമ്മ പരിത്യാഗമാണ് കർമ്മം. മാമേകം ശരണം വ്രജ സ്വഭാവസിദ്ധമാണ്. അതിൻ്റെ പ്രകൃതിയാണ്, നിയതിയാണ്, ഇൻഹറൻറ്റാണത്. അപ്പോൾ അങ്ങനെ ആ പ്രോജ്ജിത കൈതവ ധർമ്മ, ഈ ഉപനിഷത് വിദ്യയുണ്ടല്ലോ ഇതാണ് ധർമ്മം. ഭക്തി ഉണ്ടല്ലോ ഇതാണ് ധർമ്മം. അധ്യാത്മജീവിതമുണ്ടല്ലോ ഇതാണ് ധർമ്മം. കളങ്കമറ്റതായ അധ്യാത്മജീവിതം, അതാണ് ധർമ്മമെന്ന് പറയുന്നത്. അതാണ് ഈ ഭാഗവതത്തിൽ പറയുന്ന വിഷയം. കാരണം വ്യാസഭഗവാൻ മഹാഭാരതമൊക്കെ എഴുതിയിട്ട് അവസാനം കണ്ടുപിടിച്ചു ഇതൊന്നും ശരിയാവില്ല. ഈ ലോകം നന്നാക്കാൻ പോയിട്ട് ലോകം നന്നാവൂലേ, നമ്മൾ കേടുവന്നും പോകും. അതുകൊണ്ട് ഇത് ശരിയാവില്ല. ഇനി വ്യക്തികൾക്കാണ് ഉപദേശം എന്നാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര. സ്പിരിച്വാലിറ്റി ഈസ് ഓൺലി ഫോർ ദ ഫ്യൂ. വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു, അധ്യാത്മ വിദ്യ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ്. ദ റെസ്റ്റ് വിൽ ഹാവ് സം ഡ്രിൽ ടൈം റിലീജിയൻ. ബാക്കിയുള്ളവർക്ക് ഡ്രിൽ PT ക്ലാസ് പോലെയാണെന്നാണ്. എഴുന്നേക്കൂ, ഇരിക്കൂ, സ്റ്റാൻഡർഡൈസ്, അറ്റൻഷൻ, ഇതുപോലെയുള്ള ഒരു മതമേ പറ്റുള്ളൂ എന്നാണ്. കുറച്ച് പേർക്ക് മാത്രമാണ് അധ്യാത്മവിദ്യ എളുപ്പത്തിൽ വരിക. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലർപ്പുണ്ടാവും. അപ്പോൾ കൈതവമില്ലാത്ത ധർമ്മം, കാപട്യമില്ലാത്ത ധർമ്മം, കളങ്കമില്ലാത്ത ധർമ്മം, അതാണ് ഈ ഭാഗവതത്തിൽ പറയണത്. നിർമത്സരാണാം സതാം വേദ്യം. ഇവിടെ നമ്മൾ ലോകത്തിലെ ഏത് അറിവ് പഠിക്കുമ്പോഴും ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് ഒക്കെ ഉണ്ട്. ഇവിടെ മാത്രം അങ്ങനെയൊന്നുമില്ല. ഇവിടെ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആളാണ് ഫസ്റ്റ്. ഒന്നും വേണ്ട എന്ന് പറയാം. നിങ്ങളെല്ലാം എടുത്തോളൂ, എനിക്കൊന്നും വേണ്ട എന്ന് പറയാം. ആരോടും മാത്സര്യമില്ല, ആരോടും കോമ്പറ്റീഷനില്ല. നമ്മുടെ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലും പലരും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറ്റുമോ എന്ന്. കുട്ടികളെ അങ്ങനെ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇല്ലാതെ എക്സാമിനേഷനും അങ്ങനത്തെ പല സ്കൂളുകളും ഉണ്ട്. കൃഷ്ണമൂർത്തി സ്കൂൾ, അരബിന്ദോ സ്കൂൾ, ആ കൃഷ്ണമൂർത്തി സ്കൂളിൽ നിന്ന് വന്ന കുറേ സ്കൂൾസൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പരീക്ഷയില്ലാതെ ഒരു 10ാം ക്ലാസ് വരെ കൊണ്ടുവരും. കുറച്ചൊക്കെ ഫലിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും മനുഷ്യന് വാസനയുണ്ടല്ലോ, അവിദ്യയുണ്ടല്ലോ. ഒന്നിലല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഈ കുഴപ്പം പിന്നെയും വരും. എളുപ്പത്തിലൊന്നും നടക്കില്ല. പക്ഷേ കുറേ ഒഴിഞ്ഞു കിട്ടും. ഈ പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങിച്ചു, അവനേക്കാൾ ഞാൻ മേലെ, എന്നെക്കാളും അവൻ മേലെ, ഇങ്ങനെയുള്ള മാത്സര്യ ബുദ്ധി, ഇതാണ് സമാധാനമില്ലായ്മ. ഇത് ലോകത്തിലെ എല്ലാ സ്ഥലത്തും വലിയ ഡിസ്റ്റർബൻസാണ്. അപ്പോൾ ഈ ഭാഗവതം, ഈ അധ്യാത്മവിദ്യ അറിയണമെങ്കിൽ എന്താ? നമുക്ക് ആരോടും ശണ്ടയില്ല. അതാണ് അദ്വൈതം. ഗൗഡപാദാചാര്യർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരാളോടും യുദ്ധമില്ല എന്ന്. സത്യമറിയാത്തവർ പരസ്പരം വിരുദ്ധ്യന്തേ തൈഹി അയം ന വിരുദ്ധ്യത്തെ. അവർ പരസ്പരം വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആരോടും വിരോധമില്ല. ഒരു ദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മൾക്ക് ആരോടും ശണ്ടയില്ല എന്നാണ്.
തൈരയം ന വിരുദ്ധ്യത്തെ. അപ്പോൾ നിർമത്സരാണാം സതാം. നോക്കൂ, ഭക്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും മാത്സര്യം. ജ്ഞാനത്തിൽ മാത്സര്യമില്ല. ജ്ഞാനികളാണ് ഭക്തന്മാരായിട്ടിരിക്കുന്നത്, അദ്വൈതികളാണ് ഭക്തന്മാർ. ആരോടും വിരോധമില്ല, ഒരാളോട് ശണ്ടയില്ല, ദ്വേഷമില്ല, എല്ലാവരെയും ചേർക്കാൻ തയ്യാറാണ്. ബാക്കിയുള്ള സ്ഥലത്ത് നോക്കൂ, എന്തൊരു കടുംപിടുത്തമാണ്, എന്തൊരു രാഗദ്വേഷമാണ്. ബാക്കിയൊക്കെ ഡെമ്മി ഗോഡാവും, മായാവാദികളാകും ഒക്കെ പറയേണ്ടവർ. വിരോധമുണ്ട്, എല്ലാവിധത്തിലുള്ള വിരോധവും വരുന്നുണ്ട് പല സ്ഥലത്തും. അദ്വൈതം ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഉള്ളിൽ വരിക, രാഗദ്വേഷങ്ങളെയൊക്കെ സമാപിപ്പിച്ചുകൊണ്ട്. സർവാത്മഭാവം, ആരോടും വിരോധമില്ല, വെറുപ്പില്ല, മാത്സര്യമില്ല. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രഃ കരുണയേവ ച നിർമ്മമോ നിരഹങ്കാരഃ സമദുഃഖസുഖക്ഷമീ സന്തുഷ്ടഃ സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോബുദ്ധി. ഇതാണ് അകൈതവ ധർമ്മം. ധർമാത് അനപേതം. ഗീതാഭാഷ്യം. ധർമ്മ്യാമൃതം ഇദം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധധാനാഃ മത്പരമാഃ ഭക്താസ്തേ അതീവ മേ പ്രിയാഃ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു ധർമ്മ്യാമൃതം. അങ്ങനെയുള്ള ഈ ധർമ്മത്തിനെ നിർമത്സരാണാം. ഈ ധർമ്മം അറിയണമെങ്കിൽ ഒരു മാത്സര്യ ബുദ്ധി ഉള്ളിലുണ്ടാവാൻ പാടില്ല. യതിധർമ്മത്തിൽ തന്നെ ലക്ഷണം അങ്ങനെയാണ്. അഭയം സർവഭൂതേഭ്യ. ആരോടും ആർക്കും ഇനി എന്നെക്കൊണ്ട് ഭയമില്ല. മത്തഹ അഭയം. ഒരാളും ഞാൻ ഭയപ്പെടുന്നില്ല, എന്നോടും ആർക്കും ഭയം വേണ്ട. നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. പരമമംഗളത്തിനെ തരുന്നത്. ശിവം എന്ന് വെച്ചാൽ മംഗളം. ശിവദം താപത്രയ ഉന്മൂലനം. എല്ലാ ദുഃഖങ്ങളെയും അതിൻ്റെ റൂട്ട്, അതിൻ്റെ വേര് നമ്മളുടെ ഉള്ളിൽ അഹങ്കാര രൂപത്തിലിരിക്കുന്നുണ്ട്. മാനം കൊണ്ടുരുപവർ മാനത്തെ അഴിത്ത് അഭിമാനമില്ലാതൊളിർ അരുണാചല. നമ്മുടെ ഭഗവാൻ പറഞ്ഞു, അഭിമാനം അങ്ങനെ നീങ്ങിക്കഴിയുമ്പോൾ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങി. അഭിമാനത്തിന് മൂലമോ അവിദ്യ. ആ അവിദ്യ നീങ്ങിക്കഴിയുമ്പോൾ അഭിമാനം നീങ്ങി, ഉള്ളിൽ ശാന്തി വന്നു. ഇതാണ് ഈശ്വര സദ്യ ഹൃദയവരുദ്ധ്യത്തെ. ജീവൻ മുക്തിയാണോ വിദേഹമുക്തിയാണോ എന്ന് ചോദിച്ചാൽ സദ്യോമുക്തി എന്നാണ്. ഇവിടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നിത്യമുക്തമാണ് നമ്മുടെ സ്വരൂപം എന്നുള്ള സാക്ഷാത്കാരമാണ്. സദ്യ ഹൃദി അവരുദ്ധ്യത്തെ അത്ര കൃതിഭിः സുകൃതിഭിः. പരമഭാഗ്യം ചെയ്ത ആളുകൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ ആ പരമേശ്വര സ്വരൂപം തൻ്റെ ആത്മസ്വരൂപമാണെന്ന് സാക്ഷാത്തായിട്ട് അറിയപ്പെടുന്നു. തക്ഷണാത് ആ മൊമെൻ്റ്, ദിസ് മൊമെൻ്റ് പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദത്തെ ശുശ്രൂഷുഭിः ശ്രോതുമിച്ഛുഭിः തക്ഷണാത്. ആ ക്ഷണം മുതൽക്ക് നിഗമകൽപതരോः ഗളിതം ഫലം. വേദമാകുന്ന വൃക്ഷത്തിൽ നിന്നും പഴുത്ത് കിട്ടിയ പഴമാണിത്. ഈ വിദ്യ, ഈ അറിവ്, ഈ ബ്രഹ്മവിദ്യ ശുഖമുഖാത് ഗുരുമുഖത്ത് നിന്ന് കിട്ടണം. അമൃതദ്രവ സംയുതം എന്ന് വെച്ചാൽ അനുഭൂതിയാകുന്ന അമൃതദ്രവത്തോടു കൂടിയുള്ളത്. ഗുരുവിൻ്റെ അനുഭൂതിയാണ് അമൃതദ്രവം. അങ്ങനെ കിട്ടാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മഹത്തമാന്തർ ഹൃദയാത് മുഖച്യുത വിധത്സ്വ കർണായുധമേഷമേവര. അങ്ങനെ കിട്ടാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പിബത ഭാഗവതം. വിട്ടുകളയരുതെന്നാണ്. അനുഭവിക്കൂ, അനുഭവിക്കൂ. പിബത ഭാഗവതം, പിബത ഭാഗവതം. അനുഭവിക്കൂ. പിബത ഭാഗവതം രസം ആലയം പിബത. മരിക്കുന്നവരെ മുഹുരഹോ പിബത. മരിച്ചു കഴിഞ്ഞും സാധിക്കുമെങ്കിൽ കുടിച്ചോളൂ. ജീവിച്ചിരിക്കുമ്പോൾ വീണ്ടും 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 മുഹുരഹോ മുഹുരഹോ പിബത ഭാഗവതം രസം.
രസികാഹ, രസിക്കാൻ അറിയണമെന്നാണ്. എന്നുവെച്ചാൽ ആ ചിത്തശുദ്ധിയോടുകൂടെ ആത്മധ്യാനത്തിൽ രസമുണ്ടാവണം. രസോ വൈസഹ ഭുവി ഭാവുകാഹ, ഈ ഭൂമിയിൽ ഇരിക്കുന്നതിൻ്റെ പ്രയോജനം തന്നെ ഇങ്ങനെ ഭഗവത് കഥാരസം, ഭഗവത് അനുഭൂതി രസം, സത്സംഗരസം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ അറിയണം. അറ്റ്ലീസ്റ്റ് ഒരു റിട്ടയറായി കഴിയുമ്പോഴേക്കിലൊക്കെ ഒരു തയ്യാറായി വരണം. ഒരു ശ്ലോകമുണ്ട് വിദ്യാരണ്യസ്വാമിയുടെ, പ്രാതർ വൈദിക കർമ്മതഃ തദനുസദ് വേദാന്ത സഞ്ചിന്തയ പശ്ചാത് ഭാരത മോക്ഷധർമ്മ മനനാത് വാസിഷ്ഠരാമായണാത് സായം ഭാഗവതാർത്ഥ ദിവ്യകഥയാ രാത്രൗ നിധിധ്യാസനാത് കാലോ ഗച്ഛതിനഃ ശരീരഭരണം പ്രാരബ്ധകണ്ഠാർപ്പിതം. ഇത്ര കാലം ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, എങ്ങനെയാണ് ജീവിക്കണം? ഇങ്ങനെ രാവിലെ എണീറ്റ് സ്നാനം, ജപം, സന്ധ്യാനുഷ്ഠാനം ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് നേരം ധ്യാനിച്ചു, സമാഹിതനായിട്ട് ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഭാഗവതം, രാമായണം, ഗീത, യോഗവാസിഷ്ടം ഇങ്ങനെ രാത്രി വരയ്ക്ക് പോയി. രാത്രിയിലോ ആ എന്തൊക്കെ പഠിച്ചുവോ ശ്രവണം ചെയ്തു അതൊക്കെ ധ്യാനം ചെയ്ത് നിധിധ്യാസനം ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴാണ് ഉറങ്ങുക? വയ്യാതെ ഉറക്കം വന്നു കഴിയുമ്പോൾ ഉറങ്ങാം. അങ്ങനെയാണ് ഭാഗ്യമുള്ളവരുടെ ജീവിതം എന്ന് പറഞ്ഞു. അതാണ് രസികാഹ ഭുവി ഭാവുകാഹ. ഇങ്ങനെ നൈമിഷക്ഷേത്രത്തിൽ ഈ ഭാഗവത കഥ ആരംഭിക്കുന്നു. നമ്മളിനി വ്യാസന് നാരദ ഭഗവാൻ ഉപദേശിച്ചത് പറഞ്ഞു. ഈ ഭാഗവതത്തിൽ കഥകളുണ്ട്, ഉപദേശങ്ങളുണ്ട്, സ്തുതികളുണ്ട്, നമുക്കൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. പല ഭക്തന്മാരുടെയും ജീവിത ദൃഷ്ടാന്തം. അത്തരത്തിലുള്ളൊരു ദൃഷ്ടാന്തമാണ് കുന്തിയുടെ സ്തുതി, കുന്തി സ്തുതി. അത് കുറച്ചങ്ങോട്ട് വായിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലുമൊക്കെ പറയാം. ആരെങ്കിലും പറയും കുന്തി സ്തുതി. കുറച്ച് വായിച്ചിട്ട് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടുമല്ലോ, 10-20 മിനിറ്റ് വായിക്കാം. പിന്നെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.